So hi everyone, I'm Anina. ഇന്ന് എൻ്റെ കൂടെ പ്രൈം പോഡ്കാസ്റ്റിലുള്ളത് നമ്മുടെ സ്വന്തം അഷ്റഫ് കുരുക്കളാണ്. തിരുവനന്തപുരത്ത് വിശേഷം ഒരു പടം ചെയ്യുന്നുണ്ട്. അഷ്റഫ് കളരി റിലേറ്റഡ് ആയിട്ടുള്ള കുറെ സാധനങ്ങളാണ്. അപ്പൊ അഷ്റഫിന്റെ 10-20 ശിഷ്യന്മാരും വേണം. അങ്ങനെയാണ് ആദ്യം തിരുവനന്തപുരത്ത് വിശേഷം. പ്രൊട്ടക്ഷൻ ഫെസിലിറ്റീസ് ഒന്നുമില്ല. ആകെ ഒരു ചാക്ക് വൈക്കോലുണ്ടാവും. അതൊരു ചാക്കിലാക്കും, അതിന്റെ മുകളിലാണ് വീഴുന്നത്. ക്യാൻസർ വന്നാൽ പിന്നെ രക്ഷയില്ല, അയാൾ മരിച്ചു പോകുന്നുള്ള ഒരു ജഡ്ജ്മെന്റ് ആളുകൾ അങ്ങനെ എഴുതിയിട്ടുണ്ടാക്കിയത്. അങ്ങനെ സംഭവമൊന്നുമില്ല. അങ്ങനെ ഞാൻ ഇവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല. രഞ്ജിത്താണ് ഹോസ്പിറ്റലിൽ എന്റെ കൂടെ ഉണ്ടായിരുന്നത്. അദ്ദേഹമാണ് ദിലീപിനെ വിളിച്ചു പറഞ്ഞു. എനിക്ക് തോന്നുന്നു 85% ദിലീപാണ് ചെയ്തത്. മാർക്കോ കഴിഞ്ഞപ്പോ എന്റെ കണ്ണീന്ന് വെള്ളം വന്നിട്ട് ഞാൻ തുടച്ചിറങ്ങിയത്. ഇയാൾക്കല്ലേ ഞാനൊരു ഫൈറ്റ് എടുത്തതെന്നുള്ളൊരു അഭിമാനം ഓർമ്മിക്കവിടെ. എപ്പോഴെങ്കിലും ഏതെങ്കിലും ആഗ്രഹിച്ച ഒരു നടനെ സ്റ്റണ്ട് ചെയ്യിക്കാൻ പറ്റാണ്ട് വന്നിട്ടുണ്ടോ? അതുണ്ട്. ആരാ? അത് മമ്മൂക്ക. സ്പർശ ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, കൊച്ചി, കാലിക്കറ്റ്, മലപ്പുറം, കണ്ണൂർ. ഹായ്, ഞാൻ അഷ്റഫ് ഗുരുക്കൾ, ഫൈറ്റ് മാസ്റ്ററാണ്. ഇന്നത്തെ പ്രൈം പോഡ്കാസ്റ്റിൽ അനീനക്കൊപ്പം ഞാനാണ്. സോ കുറേ നാളുകളായിട്ട് മലയാള സിനിമയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അഷ്റഫ് കുരുക്കൾ. എങ്ങനെയാണ് ഈ ഒരു സ്ഥാനത്തിലേക്ക് എത്തിപ്പെട്ടത്? എനിക്ക് തോന്നുന്നു ഏകദേശം 32-33 വർഷമായിരുന്നു. തിരുവനന്തപുരത്ത് ശേഷമാണ് ആദ്യത്തെ പടം. അപ്പൊ എന്റെ സംവിധായകൻ കമൽ എന്റെ നാട്ടുകാരനാണ്. എന്റെ നാടെന്ന് വെച്ചാൽ കൊടുങ്ങല്ലൂർ, അഴീക്കോട്, തൃശ്ശൂർ ജില്ലയിൽ. ഒരിക്കല് അദ്ദേഹം എഴുതി പൂക്കളെല്ലാം സിനിമ കഴിഞ്ഞിരിക്കുമ്പോൾ അപ്പൊ അന്ന് ഞാൻ കളരി പഠിപ്പിക്കേ, വടക്കൻ സമ്പ്രദായത്തിലുള്ള കളരി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഞാൻ എപ്പോഴും വന്നിരിക്കുന്ന ഒരു മെഡിക്കൽ ഷോപ്പുണ്ട്. അവിടെ ഒരു ലെറ്റർ എഴുതി കൊടുത്തുപോയി, അഷ്റഫിനോട് അത്യാവശ്യമായിട്ടൊന്ന് വീട്ടിലേക്ക് വരാം. സംവിധായകനല്ലേ എന്നുള്ളവർക്ക് നമ്മൾ സൈക്കിളെടുത്ത് നേരെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് സംസാരിച്ച പറഞ്ഞ അഷ്റഫ് ഇങ്ങനെ തിരുവനന്തപുരത്ത് വിശേഷം ഒരു പടം ചെയ്യുന്നുണ്ട്. അപ്പൊ അതില് ഫൈറ്റ്. അപ്പൊ ഞാൻ എനിക്ക് ഫൈറ്റ് ഒന്നും അറിയില്ല. അല്ല, ഫൈറ്റ് അറിയണ്ട. അഷ്റഫ് കളരി റിലേറ്റഡ് ആയിട്ടുള്ള കുറെ സാധനങ്ങളാണ്. അപ്പൊ അഷ്റഫിന്റെ 10-20 ശിഷ്യന്മാരും വേണം. അങ്ങനെയാണ് ആദ്യം തിരുവനന്തപുരത്ത് വിശേഷം. ഷൊർണൂരാണ് അതിന്റെ ഷൂട്ട്. അതെനിക്ക് പാലായിലാണ് കളരി. അവിടെയുള്ള 10-20 ശിഷ്യന്മാരും ഫുൾ വെപ്പൻസും ആയിട്ട് അവിടെ ചെല്ലുന്നു. ചെറുപ്പം തൊട്ടേ കളരി പഠിക്കുന്നതാണ്. ഞാൻ 1979 മുതൽ പഠിച്ചു. സ്കൂളിൽ ഞാൻ 6ാം ക്ലാസ്സിൽ 3 വർഷം തോറ്റതിന് ശേഷം പിന്നെ ദൗത്യം നിർത്തി. ഞാൻ ബാംഗ്ലൂർ ഹോട്ടൽ ജോലിയായിരുന്നു. അങ്ങനെയാണ് പിന്നെ സിനിമയിലേക്ക് വരുന്നത്. പിന്നെ കമലിന്റെ എല്ലാ പടങ്ങളിലും ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യാൻ എന്നെ വിളിക്കും. അപ്പോൾ ഒരു സപ്പോർട്ടിങ് ചെയ്യും. ഈ ക്രൗഡൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറിയേക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ലൈവ് ആയപ്പോൾ അങ്ങനെ സിനിമയിലേക്ക് വന്നു. അതിൽ വന്ന് പ്രൊഡക്ഷൻ മാനേജറായി പിന്നീട് ഞാൻ. പിന്നെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായി. പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളറായി. സിനിമ നിയന്ത്രിക്കുന്നത്, പ്രൊഡ്യൂസറുടെ ക്യാഷിനെ നിയന്ത്രിച്ച് സിനിമ കൊണ്ടുപോകുന്ന ഒരാളെയാണ് പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ആരുടെ സിനിമകളിലാണ് പ്രൊഡക്ഷൻ കൺട്രോളർ ആയിട്ടുള്ളത്? ഞാൻ തുളസിദാസ് ഡയറക്ട് ചെയ്ത കുറെ പടങ്ങൾ ചെയ്തു. ഷാജി കൈലാസ്, സിബി മലയിൽ, അങ്ങനെ ഒത്തിരി ടോപ്പ് ഡയറക്ടേഴ്സിന്റെ പടങ്ങൾ ചെയ്തു. പീറ്റർ ഞാറക്കൽ, എം രഞ്ജിത്ത്, ആന്റണി ഇരിഞ്ഞാലക്കുട, ആൽവിൻ ആന്റണി, ഗിരീഷ് വൈക്കം, അങ്ങനെയൊക്കെയുള്ള ടോപ്പ് കൺട്രോളേഴ്സിന്റെ കൂടെയാണ് ഞാൻ വർക്ക് പഠിച്ചത്. അതിനുശേഷം സിനിമയിലേക്ക് വന്നു. സിനിമയിലേക്ക് വന്നതിന് ശേഷവുമുള്ള ലൈഫ് എങ്ങനെയാണ് മാറിയത്? സിനിമ ശരിക്കും ഞാൻ മോഹിച്ചൊരു ഫീൽഡല്ലായിരുന്നു. അപ്പൊ എന്തായിരുന്നു മോഹിച്ച ഫീൽഡ്? അല്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം അന്നത്തെ എന്റെ ഒരു ജീവിതഘടന എന്ന് പറഞ്ഞാൽ വളരെ താഴ്ന്ന ഒരു കുടുംബമാണ്. എന്റെ സാമ്പത്തികമായിട്ട് വളരെ താഴ്ന്ന ഒരു കുടുംബമാണ്. പിന്നെ വിദ്യാഭ്യാസവും ഇല്ല. പിന്നെ ഉള്ളത് എന്റെ ഒരു മാർഗം എന്തെങ്കിലും ജോലി ചെയ്യാന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ ഹോട്ടൽ പണിക്ക് പോയത്. ആ ഹോട്ടൽ പണിയുടെ ഇടയിലാണ് സിനിമ കിട്ടിയത്. അങ്ങനെ സിനിമയിൽ ഇങ്ങനെ ഒരു ജോലി കിട്ടിയപ്പോൾ അഭിനയം നമ്മൾ മോഹിച്ചില്ല. കാരണം നമ്മുടെ കയ്യിൽ ഒരു പാരമ്പര്യമില്ല. അഭിനയം ചുമ്മാ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കേസല്ല. ഒന്നേലും ഒരു നാടകം ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിമിക്രി, മോണോ ആക്ട് തുടങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. ഇതൊന്നും ചെയ്യാത്തതിന്റെ സ്ഥിതിയിൽ സിനിമ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. പക്ഷെ കളരിപ്പേറ്റുകാരനായതിന്റെ പേരിൽ സിനിമ ഫൈറ്റുകൾ വരുമ്പോൾ ഞാൻ ശ്രദ്ധിക്കും. ഈ സ്റ്റണ്ട് മാസ്റ്ററായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു തയ്യാറെടുപ്പുകൾ ഉണ്ടായിരുന്നത്? പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കളരിയിൽ നിന്ന് നേരെ നമ്മൾ സ്റ്റണ്ട് മാസ്റ്ററായി സിനിമയിലേക്ക് വരികയാണ്. അതായത് മാനേജർ പണി എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ നമ്മൾ ലൊക്കേഷനിൽ എപ്പോഴും ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോൾ ത്യാഗരാജ മാഷാണല്ലോ അന്ന് ലീഡ് ചെയ്യുന്ന ഒരു മാഷ് ഉണ്ടായിരുന്നു. പിന്നെ പള്ളി മാഷ് ഉണ്ടായിരുന്നു, ശശി മാഷ് ഉണ്ടായിരുന്നു, അന്നുണ്ടായിരുന്നു. പക്ഷെ ടോപ്പ് അന്ന് ത്യാഗരാജ മാഷാണ്. അപ്പൊ അദ്ദേഹം ഫൈറ്റ് എടുക്കാൻ വരുമ്പോൾ നമുക്ക് സ്റ്റണ്ടിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, കളരി അതിൻ്റെ പേര്. അപ്പൊ ഫൈറ്റ് എങ്ങനെയാണ് മാഷ് എടുക്കുന്നത് അത് നോക്കും. പിന്നെ അത് എഡിറ്റ് ചെയ്യാനായിട്ട് അന്ന് മദ്രാസിൽ പോകണം. അന്ന് ഫിലിമാണല്ലോ, ആ ഫിലിം മൂവിയോളാണ് എഡിറ്റ് ചെയ്യാന്ന് പറയുന്നത്. അന്ന് അത് എഡിറ്റ് ചെയ്ത് അതിന് BGM, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, സൗണ്ട് എഫക്ട്, ഫൈറ്റിന്റെ പഞ്ചിങ് എഫക്ട്, RR എല്ലാം കഴിഞ്ഞു വരുമ്പോൾ നമ്മൾ അന്നെടുത്ത സാധനം ഇങ്ങനെയാണല്ലോ വരുന്നതെന്ന് മനസ്സിലാക്കി. അപ്പൊ അതിനോട് പ്രത്യേക കമ്പം ഉണ്ടായിരുന്നു. ആ കമ്പത്തിലൂടെയാണ് കായംകുളം കൊച്ചുണ്ണി എന്നോട്ട് സീരിയൽ നടക്കുന്നത്. അത് ഒരു 800 എപ്പിസോഡോളം പോയ സീരിയലാണ്. അപ്പൊ അതിൽ അതിന്റെ റൈറ്ററും ഡയറക്ടറും ഒക്കെ എൻ്റെ ഫ്രണ്ടായിരുന്നു. അതിൽ അഭിനയിക്കുന്ന ആളുകളൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പൊ അതിൽ ഒരു ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചാണ് എന്നെ. അത് 3 കാലഘട്ടം കൊച്ചുണ്ണിക്ക് ഉണ്ടായിരുന്നു. ഒരു കുട്ടിക്കാലം, പിന്നെ മണിക്കുട്ടൻ,
മണിക്കൂട്ടിൽ നിന്ന് പ്രകാശിലേക്ക് വന്നിട്ടാണ് ആ സീരിയൽ തീരുന്നത്. പ്രകാശിന്റെ ഇൻട്രോ ഫൈറ്റ് അന്ന് സീരിയലിൽ 2 ദിവസം കിട്ടിയ ഫൈറ്റാണ്. പക്ഷെ അന്ന് ഈ ഒരു പ്രൊട്ടക്ഷൻ ഫെസിലിറ്റീസ് ഒന്നുമില്ല. ആകെ ഒരു ചാക്ക് വൈക്കോലുണ്ടാവും. വൈക്കോൽ എന്ന് പറഞ്ഞാൽ കച്ചി എന്ന് പറയും പല സ്ഥലത്തും. അതൊരു ചാക്കിലാക്കും, അതിന്റെ മുകളിലാണ് വീഴുന്നത്. ഇന്നിപ്പോ ബെഡായി റോപ്പായി സാധനങ്ങളൊക്കെ ഡെവലപ്പായി. അങ്ങനെ അതിൽ എനിക്ക് തോന്നുന്നു ഏകദേശം 280-300 അടുക്ക ഫൈറ്റ് ചെയ്ത് അതിൽ നിന്നാണ് ഫൈറ്റ് പഠിക്കുന്നത്. അല്ലാണ്ട് ഒരു മാസ്റ്റർ കീഴിൽ അസിസ്റ്റന്റ് ആയിട്ട് വന്ന് പഠിച്ച ആളല്ലേ. പിന്നീട് സിനിമയിൽ വന്ന്, പിന്നെ സിനിമയിലായി, പിന്നെ ആക്ഷൻ. അതിനുശേഷം നേരെ സിനിമയിലേക്ക് പോയി. അല്ല, അതിനുശേഷം കുറച്ചൊരു ഗ്യാപ്പ് വന്നു. എനിക്ക് ചെറിയ വൈകായിക വന്നു. എന്ത് പറ്റി? അത് 13 വർഷം മുന്നേ നാവിൽ ക്യാൻസർ വന്നു. നാവിൽ ക്യാൻസർ? അത് RCCയിലായിരുന്നു അതിൻ്റെ ട്രീറ്റ്മെന്റ്. അപ്പോൾ ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു, പല്ലെല്ലാം എടുത്തു കളഞ്ഞു. എൻ്റെ അപ്പോൾ ഒരു വാശി നമുക്ക് ഉണ്ടാവുമല്ലോ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ. സാധാരണ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇന്നല്ലെങ്കിൽ നാളെ മരിക്കുന്ന ഒരു വ്യക്തിനെ കാണുന്ന പോലെയാണ് ആളുകൾ ക്യാൻസർ പേഷ്യൻസിനെ എല്ലാവരും കാണുക. അതായത് ഒരു സഹതാപത്തിന്റെ സഹതാപം. അത് മാത്രമല്ല, ഇതിൽ നിന്ന് റിക്കവർ ചെയ്യില്ല. ക്യാൻസർ വന്നാൽ പിന്നെ രക്ഷയില്ല, അയാൾ മരിച്ചു പോകുന്നുള്ള ഒരു ജഡ്ജ്മെന്റ് ആളുകൾ അങ്ങോട്ട് എഴുതിയിട്ടുണ്ടാക്കിയത്. അങ്ങനെ സംഭവമൊന്നുമില്ല. അങ്ങനെ ഞാൻ ഇവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല. 13 വർഷമായി എൻ്റെ ജോലി എക്സിക്യൂഷനാണെന്ന്. പക്ഷെ ഇപ്പൊ ചെയ്യുന്നത് വളരെ കഠോരമായ ജോലിയല്ലേ. ഞാൻ എപ്പോഴും മോണിറ്ററിന്റെ താഴെ ഇരുന്ന് റോൾ ക്യാമറ, ആക്ഷൻ, കട്ട്, അല്ലെങ്കിൽ 1 more, അല്ലെങ്കിൽ ഓക്കെ എന്നല്ല പറയാ. ഞാൻ മോണിറ്ററിൽ ഇരിക്കാറില്ല. എൻ്റെ ജഡ്ജ്മെന്റ് സ്ട്രൈറ്റ് ആണ്. പക്ഷെ ഞാനപ്പോൾ ഡയറക്ഷൻ സൈഡിൽ ഡയറക്ടറോ അല്ലെങ്കിൽ അസോസിയേറ്റോ ഉണ്ടെങ്കിൽ പറയും, എന്തെങ്കിലും ഫ്രെയിം ഔട്ടോ ഫോക്കസ് ഔട്ടോ ആയിട്ടെങ്കിൽ സാർ നിങ്ങളെ കട്ട് പറയും. എൻ്റെ ജഡ്ജ്മെന്റ് ഇവിടെ ഇരിക്കും. അപ്പൊ അവിടെ ഇരുന്നുള്ളൊരു വർക്കല്ല, അത്ര ഹെവി വർക്കാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്യാൻസർ പിടിച്ച ഒരാൾക്ക് റിക്കവറിങ് ഇല്ലേ, ഉണ്ടല്ലോ. അപ്പൊ ഈ ക്യാൻസർ വന്ന സമയത്ത് എങ്ങനെയായിരുന്നു സർവൈവ് ചെയ്തത്? കാരണം നമ്മളൊരു ആഗ്രഹിച്ച ഒരു മേഖലയിൽ എത്തിയതിന്റെ പുറകെ തന്നെ നമുക്ക് ആരോഗ്യകരമായി ബുദ്ധിമുട്ടുകൾ വന്നു. അപ്പൊ എങ്ങനെയായിരുന്നു ആ മാനസികമായി ഇതെല്ലാം നേരിട്ടത്? അത് നേരിട്ട് എന്നുള്ളത് ഇതിന്റെ ഏറ്റവും ആദ്യത്തെ ഒരു കടമ്പ എന്ന് പറയുന്നത് ഒരു ബയോപ്സി എന്ന് പറഞ്ഞൊരു ചെക്കപ്പ് ഉണ്ട്. നമ്മൾക്ക് ഒരു അസുഖം വരുന്നു, ആ അസുഖമായിട്ട് നമ്മൾ കൊണ്ട് ചെല്ലുമ്പോൾ ഡോക്ടർ ആദ്യം അതിന് സംശയാസ്പദമായിട്ട് അത് ക്യാൻസർ ആണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നതിനാണ് ബയോപ്സി എന്ന് പറയുന്നത്. അതിന്റെ റിസൾട്ട് 13 വർഷം മുന്നൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു 7 ദിവസം വെയിറ്റ് ചെയ്യണം. അപ്പൊ 7 ദിവസമാണ് നമ്മൾക്ക് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കടമ്പ. കാരണം 7 ദിവസം കഴിഞ്ഞിട്ട് ഇത് ക്യാൻസർ ആണെങ്കിലും എൻ്റെ ഫാമിലി വലുതാ. അന്ന് ഉമ്മയുണ്ട്. ഉമ്മ മരിച്ചിട്ട് ഇപ്പോൾ 3 വർഷമായുള്ളൂ. 103-ാമത്തെ വയസ്സിൽ ഉമ്മ മരിക്കുന്നത്. ഞാൻ, എൻ്റെ ഭാര്യ, എനിക്ക് 5 മക്കളാണ്. 4 പെൺകുട്ടികളും ഒരു മോൻ. ഒരാളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ എന്ന് തോന്നുന്നു, എനിക്ക് സംശയമാണ്. അല്ല കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ. 2 കല്യാണം കഴിഞ്ഞു. അപ്പൊ ഇനിയും 2 വിവാഹം കഴിച്ചേക്കണം. മകനെ കല്യാണം കഴിപ്പിക്കണം. അതിന് ഫിനാൻഷ്യൽ സെറ്റപ്പ് ഉള്ള ഒരാളല്ല. അപ്പൊ ഞാൻ കിടന്നു കഴിഞ്ഞാൽ എന്താവും, ക്യാൻസർ ആണെങ്കിൽ എന്ത് ചെയ്യുന്ന ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് നേരിട്ടത്? അതാണ് ഡോക്ടർ ജിജോ പോൾ എന്ന് പറഞ്ഞൊരു ഡോക്ടർ ഉണ്ട് ഇവിടെ ആലുവയിലുള്ള ഒരു ഹോസ്പിറ്റലിലുള്ള ഡെന്റിസ്റ്റാണ് അദ്ദേഹം. മഴുവഞ്ചേരി ഡെന്റൽ ക്ലിനിക്. അപ്പൊ അദ്ദേഹമാണ് ട്രീറ്റ് ചെയ്തത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ് ബയോപ്സി എന്ന് പറഞ്ഞ ഒരു ചെറിയ മുഴയ കാര്യം ഉണ്ടെങ്കിൽ അത് നോക്കലാണ്. അതിപ്പോ ക്യാൻസർ ആണെങ്കിൽ നേരിടണം. എന്തസുഖം വന്നാലും നേരിടണ്ട. ചില ആളെന്ന് പറയില്ല പ്രഷറിന്റെ ഗുളിയാൻ കഴിക്കില്ല, ആജീവനാന്തം കഴിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയുന്നത്. ആജീവനാന്തം എല്ലാ ഗുളിയാൻ കഴിക്കണ്ടേ നമ്മള്. അങ്ങനെ ഒരു ആത്മധൈര്യം കിട്ടിയാണ്. എന്തായാലും മരിക്കും. വണ്ടി അടിച്ച് മരിക്കാം, കരണ്ട് അടിച്ചും മരിക്കാം. ഈ മരിക്കുമ്പോ തന്നെ ഒരു എർത്തുണ്ട്, ഞാൻ കയറി പിടിച്ചാൽ പോരെ. നല്ല ഹൈ പവർ ആണെങ്കിൽ തെറിച്ച് വീഴും. എനിക്ക് ക്യാൻസർ വരേണ്ട ആവശ്യമില്ല. അങ്ങനെ കുറെ സംഭവങ്ങൾ ഓർത്തിടയ്ക്ക് ഞാൻ തന്നെ എൻ്റെ മനസ്സിനെ പ്രിപ്പയർ ചെയ്തു. ഒരുപാട് ആൾ ക്യാൻസർ വന്ന് ഭയങ്കരമായിട്ട് വേദനയും വിഷമങ്ങളും ഒക്കെ ആയിട്ട് മരിച്ചായിട്ട് നമുക്കറിയാം. ചിലപ്പോൾ മനസാന്നിധ്യത്തിന്റെ ആയിരിക്കും, ചിലപ്പോൾ ട്രീറ്റ്മെന്റ് വഴും. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കണ്ടാൽ അതിനെ വഷളാക്കും. അപ്പൊ നാക്ക് നീട്ടി കണ്ണാട്ടിൽ നോക്കിയൊരു അടയാളം, പോട്ടെ അത് B കോംപ്ലക്സ് ഗുളിക കഴിക്കാം. ഞാനെങ്കിലും അത് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഇനി ക്യാൻസർ ആണെന്ന് അറിഞ്ഞാൽ ബുദ്ധിമുട്ടാവൂലേ, അത് പേടിച്ചു പോകില്ല. അപ്പൊ ഇത് 1st, 2nd, 3rd, 4th എന്ന് പറഞ്ഞ സ്റ്റേജ് ഉണ്ടെന്നാ പറഞ്ഞത്. ആ സ്റ്റേജിലേക്ക് പോയാൽ പിന്നെ രക്ഷയില്ല. എന്റെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ളൂ. അതെങ്ങനെയായിരുന്നു അപ്പൊ കണ്ടുപിടിച്ചത്? ഇങ്ങനെ സാധാരണ നോർമല് എനിക്ക് എപ്പോഴും കണ്ണാടിയിൽ നോക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അത് പല്ലൊക്കെ ഇടിച്ച് ഇങ്ങനെ നോക്കും. നാക്ക് കിട്ടി നോക്കിയപ്പോൾ ഒരു ചെറിയൊരു പാച്ച്. പക്ഷെ ആ പാച്ച് പോകണില്ല. ഞാൻ ഈ പറഞ്ഞ മാതിരി തന്നെ ബിക്കോസൂൾസ് എന്ന് പറഞ്ഞ ഗുളികയൊക്കെ കഴിച്ചു. B കോംപ്ലക്സിന്റെ കുറവായിരിക്കാം, അതുകൊണ്ടായിരിക്കാം ഇത് സംഭവിച്ചതെന്ന് വിചാരിച്ച് ഗുളികയൊക്കെ കഴിച്ചു. അത് കുറയണില്ല. അപ്പൊ പിന്നെ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോ പല്ലിന്റെ ഒരു അഗ്രം ഒരഞ്ഞിട്ടായിരിക്കാം എന്ന് പറഞ്ഞിട്ട് അത് ഗ്രൈൻഡ് ചെയ്തു. അത് ഗ്രൈൻഡ് ചെയ്തിട്ട് മാറാണ്ടായപ്പോ ഡോക്ടർ ഒരു ദിവസം അതിനെ പിടിച്ചു നോക്കിയപ്പോ അതിന്റെ അകത്തൊരു തടിപ്പ് കണ്ടു. പിന്നീട് അതിന് ഭയങ്കര വേദന വന്നു തുടങ്ങി.
അങ്ങനെയാണ് ബയോപ്സിയിലേക്ക് പോകുന്നത്. അപ്പം അതത്ര നേരത്തെ നമ്മൾ ചെന്നതിൻ്റെ പേരിൽ നമ്മൾക്ക് ക്യാൻസർ വേഗം കണ്ടുപിടിക്കാൻ കഴിഞ്ഞു, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ കഴിഞ്ഞു, അത് റിക്കവർ ചെയ്യാൻ കഴിഞ്ഞു. അതിൻ്റെ നാവിൻ്റെ ഒരു പോർഷൻ പോയി പല്ലെല്ലാം എടുത്ത് കളഞ്ഞു. പല്ല് തീരെ വെക്കരുന്ന ഡോക്ടർ പറഞ്ഞത്. പിന്നെ നമ്മൾ സിനിമ ഫീൽഡ് ആയതിൻ്റെ പേരിൽ ഇടയ്ക്ക് അഭിനയമുണ്ട്. അപ്പോൾ പല്ലില്ലാണ്ട് നമുക്ക് അങ്ങനെ അഭിനയിക്കാം. പിന്നെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടണം. വയോവൃദ്ധനായിട്ട് അഭിനയിക്കുന്ന ക്യാരക്ടർ പിന്നെ പല്ല് വേണം. അതിപ്പോ കിട്ടിയാലും ചെയ്യത് ഒരു പ്ലേറ്റ് പാത്രത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കളവനായി. ഈ ക്യാൻസർ വന്ന സമയത്തൊക്കെ സിനിമയിൽ നിന്ന് ആരായിരുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്? സിനിമ നമ്മുടെ ചലച്ചിത്ര അക്കാദമി ഭയങ്കരമായിട്ട് തന്നെ ഫിനാൻഷ്യലി ഭയങ്കര സപ്പോർട്ട് ചെയ്തു. പിന്നെ എം രഞ്ജിത്ത് ഇപ്പോഴത്തെ പ്രൊഡ്യൂസറാണ്. ഇപ്പൊ മോഹൻലാലിന്റെ ഒരു പടം കഴിഞ്ഞിരിക്കുന്നത് ചിപ്പിയുടെ ഹസ്ബൻഡ് പെട്ടെന്ന് മനസ്സിലായി. രഞ്ജിത്താണ് ഹോസ്പിറ്റലിൽ എന്റെ കൂടെ ഉണ്ടായിരുന്നത്. അദ്ദേഹമാണ് ദിലീപിനെ വിളിച്ചു പറഞ്ഞു. പിന്നെ എൻ്റെ എക്സിക്യൂട്ടീവ് യൂണിയൻ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, അതുകൂടാതെ എൻ്റെ ചെലവ് എൻ്റെ ഒരു എനിക്ക് തോന്നുന്നു 85% ദിലീപാണ് ചെയ്തത്. ദിലീപും ഫുൾ കംപ്ലീറ്റ് അല്ലെങ്കിൽ 85%. ലാസ്റ്റ് വന്നപ്പോൾ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് പോലെ നേരത്ത് ക്യാഷ് എക്സസ് ആണ്. അപ്പോൾ മോനെ വിളിച്ചപ്പോൾ മോൻ പറഞ്ഞിങ്ങനെ ഡിസ്ചാർജ് ആണ് ചേട്ടാ, പൈസ കയ്യിലുണ്ട്, ബാലൻസ് അതിനൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ദിലീപിനെ എന്നെ കാണണം എന്ന് പറഞ്ഞിട്ട് സൗണ്ട് തോമ എന്ന് പറഞ്ഞൊരു പടം നടക്കുമ്പോൾ DD വില്ലയിൽ അത് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് ഭക്ഷണമൊക്കെ ഞാൻ കഴിച്ചത് എനിക്ക് ഒരു 19 ദിവസത്തോളം ട്യൂബിൽ തന്നെയായിരുന്നു, ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വണ്ടി വിട്ടുതരാമെന്ന് പറഞ്ഞ് വണ്ടി വിട്ടു തന്നു. ഞാൻ DD വില്ലയിൽ വന്നു. ദിലീപ് ഉണ്ടായിരുന്നു, ദിലീപിൻ്റെ അനിയൻ അനൂപ് ഉണ്ടായിരുന്നു, ബെന്നിച്ചേട്ടൻ, പിന്നെ എൻ്റെ ഡയറക്ടർ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ ദിലീപേട്ടനായിട്ട് എങ്ങനെയാണ്? ഞാൻ ഒരുപാട് കാലങ്ങളായി, ഞാൻ മാനേജറായിരിക്കുന്ന കാലം മുതൽ അറിയാം. കമൽ സാറിന്റെ അസിസ്റ്റന്റ് ആയിരുന്നല്ലോ ദിലീപ്. അപ്പൊ അന്ന് മുതലറിയാം. ഞാൻ ഒരുമാതിരി ആളായിട്ടൊക്കെ പെട്ടെന്ന് കമ്പനിയാവും. പിന്നെ എൻ്റെ ആളുകളായിട്ടുള്ളൊരു ഇടപഴകലും അങ്ങനെ തന്നെയാണ്. ചിരിച്ച് കാര്യങ്ങൾ നേടാ എന്നുള്ളതാണ്. നമ്മൾ ഈ മസിൽ പിടിച്ചിരിക്കുന്ന ഒരു പരിപാടിയില്ല. അതെ അതെ. സോ സാറിന്റെ ലൈഫ് ആഫ്റ്റർ ക്യാൻസർ കംപ്ലീറ്റ്ലി മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു അല്ലെ? സോ ഈ മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടി സ്റ്റണ്ട് ചെയ്തത് ഏത് സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു? ശരിക്കും ഏറ്റവും കൂടുതൽ റിസ്ക് വരുന്നത് റോപ്പ് ചെയ്യുമ്പോഴാണ്. റോപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി. ചക്രമാകുമ്പത്ത് എന്ന് പറഞ്ഞൊരു പടം ചെയ്യും. പക്ഷെ റോപ്പ് അത്ര റിസ്ക് അല്ല. ജോയ് മാത്യു സാറാണ് അത് ചെയ്യുന്നത്. അത് വലിയൊരു മരത്തിന്റെ മുകളിൽ ഒരു കുട്ടി ഒരു പ്രാവ് കൂടി രക്ഷിക്കാൻ കയറും. ആ കുട്ടി അവിടെ കൊടുക്കും. അതിനെ രക്ഷിക്കാൻ കണ്ടുവന്നിട്ട് കയറുന്നത് ജോയ് മാത്യു സാറാണ്. അപ്പൊ അദ്ദേഹം അതിന്റെ മുകളിൽ കയറാന്ന് പറഞ്ഞ കുറച്ച് കൺജസ്റ്റഡ് ആണ് ആ മരം. അവിടെ നിന്ന് പിടിവിട്ട് താഴെ വീണ റോട്ടിലാണ് മരം എന്നുണ്ടെങ്കിൽ റോട്ടിൽ വീഴൂല, താഴെ കൊക്കയിൽ അവിടെ വീഴൂ. അതൊരു റിസ്ക് ഉള്ളൊരു സംഭവമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ ഞാനൊരു തെലുങ്ക് പടം ചെയ്തു. ആ പടത്തിലും എനിക്ക് ഒത്തിരി ഹെവി റിസ്ക് ഉള്ള സംഭവമായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയത്, ഞാൻ ചെയ്ത പടത്തിൽ ഏറ്റവും കൂടുതൽ റിസ്ക് തോന്നിയത് ഒരു കന്നഡ പടം ഉണ്ടായിരുന്നു, വരദ എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മുടെ ഹൈദർ മർക്കാർ എന്നൊരു ക്യാരക്ടർ ധ്രുവത്തി ചെയ്തില്ലേ, വിനോദ് പ്രഭാകർ, അദ്ദേഹത്തിന് അല്ല ടൈഗർ പ്രഭാകർ, അദ്ദേഹത്തിന്റെ മോൻ വിനോദ് പ്രഭാകറിന്റെ 11ാമത്തെ പടത്തിലെ ഇൻട്രോ ഫൈറ്റ് ചെയ്യാനായത്. അത് ബാംഗ്ലൂർ നന്ദിഹില്ലിലാണ്. പക്ഷെ അത് എനിക്കൊരു വാശി ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കന്നഡം തെലുങ്ക് എന്നൊക്കെ പറഞ്ഞ ഭയങ്കര മാസ് ഫൈറ്റ് ആയിരിക്കുമല്ലോ. അപ്പൊ ആ മാസ് ഫൈറ്റ് അല്ലാത്ത ഒരു മാസ് ഫൈറ്റ് വെറൈറ്റി ആയിട്ട് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അത് റിസ്ക് തന്നെയായിരുന്നു. കംപ്ലീറ്റ് സമുറായി, വരദ സമുറായി എന്നാണ് അതിന്റെ പേര്. സമുറായി ഒരു വാളിന്റെ പേരാണ്. വരദയുടെ അർത്ഥം എനിക്ക് അവരുടെ പേരാണെന്ന് തോന്നുന്നത്. അത് ഞാൻ അദ്ദേഹത്തിന് ഒരു 4-5 ദിവസം മുന്നേ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഈ ആർട്ടിസ്റ്റിന് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ട്രെയിനിങ് കൊടുത്ത് ചെയ്തൊരു ഫൈറ്റാണ്. അതും ഒത്തിരി റോപ്പും കാര്യമൊക്കെ വെച്ചിട്ടുള്ള ഫൈറ്റാണ്. പിന്നെ ആക്ഷൻ്റെ സീനുകൾ എല്ലാം റിസ്ക് തന്നെയാണ്. അപ്പൊ ഇതിൽ ആരെ വെച്ച് ചെയ്തപ്പോഴാണ് ഏറ്റവും ബുദ്ധിമുട്ടിയത്, ഏറ്റവും കഷ്ടപ്പെട്ട് സ്റ്റണ്ട് ചെയ്യിച്ചത് ഏത് നടനായിട്ട്? വിനോദ് പ്രഭാകരന്റെ തന്നെയായിരുന്നു. കാരണം 10-15ഓളം ഫൈറ്റേഴ്സ് ഉണ്ട്. ബൈക്ക് ചൈസിങ് ഉണ്ട്. അത് നമ്മുടെ ഒരു മലയാളി വില്ലൻ തന്നെയാണ് അതിൽ വില്ലനായിട്ട് അഭിനയിച്ചത്. അത് ഒത്തിരി ഹെവി തന്നെയായിരുന്നു. പിന്നെ ഇപ്പൊ എന്ന് പറഞ്ഞപ്പോ എല്ലാവരും നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നവരല്ലേ എല്ലാവരും, മമ്മൂക്ക മുതൽ ഇങ്ങോട്ട് താഴോട്ട് എല്ലാവരും. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും ബുദ്ധിമുട്ടി സ്റ്റണ്ട് ചെയ്യിപ്പിച്ച നടി ആരാണ്? അത് മഞ്ജു വാര്യർ. ബുദ്ധിമുട്ടിയില്ല എന്നുള്ള പറയാൻ പറ്റുള്ളൂ. കാരണം ദയാന്ന് പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആക്ഷൻ മാസ്റ്റർ ഞാനല്ല, അത് ഹോഴ്സ് ബാബു പറഞ്ഞു. അതിൽ ഫൈറ്റ് എന്ന് പറഞ്ഞൊരു സീക്വൻസ് ഇല്ല. കുതിരയുടെ സംഭവങ്ങൾ ഹോഴ്സ് ബാബു മാസ്റ്റർ ചെയ്ത്. പക്ഷെ അതിൽ ഒരു ഫൈറ്റ് ഞാനുമായിട്ടുണ്ടായിരുന്നു. കാരണം നെടുമുടി വേണുചേട്ടൻ്റെ കൊട്ടാരത്തിൽ വന്നിട്ട് പല പല ചോദ്യങ്ങളും പല പല മത്സരങ്ങളും കഴിഞ്ഞ് വാൾപ്പേറ്റിൽ വിദ്വാനായിരിക്കുന്ന ഒരാളായിട്ട് ആ മത്സരത്തിൽ ജയിക്കണം.
ആ വാൾപ്പേറ്റ് മഞ്ജുവിനെ പഠിപ്പിച്ചു കൊടുത്തത് ഞാനാണ്. എന്നായിട്ടാണ് ആ ഫൈറ്റും ചെയ്തേക്കണം മഞ്ജു. ഓക്കെ, അതെങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അത് ഭയങ്കരമല്ലേ. കാരണം മഞ്ജുവിനെ നാട്ടിൽ നിന്ന് പഠിപ്പിക്കാൻ വേണുചേട്ടൻ പറഞ്ഞു, ഡയറക്ടർ വേണു ഓൺലൈൻ്റെ ഡയറക്ടർ. ഞാൻ വിളിക്കുമ്പോൾ മഞ്ജു തിരക്ക്, മഞ്ജു എന്നെ വിളിക്കുമ്പോൾ ഞാൻ തിരക്ക്. പെട്ടെന്ന് ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു. ജയ്സാൽമീറിലേക്ക് വാളും പരിച്ചൊക്കെ എടുത്ത് അങ്ങോട്ട് പോവുകയാണ്. അവിടെ ചെന്നിട്ട് 6 മണിക്ക് 5:30 മണിക്ക് ഷൂട്ടിങ് കഴിയും. അത് കഴിഞ്ഞാൽ മഞ്ജു പോയി കിടക്കും. ഭയങ്കര മടിയാ, ട്രെയിനിങ്ങിനില്ല, ഭയങ്കര തണുപ്പാണ്, കിട്ടുകിട്ട വിറക്കല്ലേ. ഇന്നില്ല ഗുരുക്കളായിട്ട് നമുക്ക് നാളെ ചെയ്യാന്ന് പറയും. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് വേണുചേട്ടൻ പറഞ്ഞ് നാളെ വൈകിട്ട് ഫൈറ്റ് എടുക്കണം ഗുരുക്കളെന്ന് പറഞ്ഞു. രാത്രി മഞ്ജുവിൻ്റെ റൂമിൽ ചെന്ന് ITDCയുടെ മോളിൽ ഞാനും മഞ്ജും കയറി വാള് വെച്ച് പഠിപ്പിച്ച് അഞ്ഞ് ബാക്കിയൊക്കെ നമുക്ക് നാളെ ചെയ്യും. എനിക്ക് യാതൊരു ധൈര്യമില്ല. കാരണം ഡയറക്ടർ വേണുചേട്ടനാ ക്യാമറ ചെയ്യുന്നത്, അല്ല ഡയറക്റ്റ് ചെയ്യുന്ന ക്യാമറമാൻ വേണുചേട്ടനാ. തെറ്റിക്കഴിഞ്ഞാൽ അവിടെ എങ്ങും നിൽക്കാൻ പറ്റില്ല നമുക്ക്. കഴുത വരെ ഓടുമ്പോൾ തെറ്റിയ വയലുണ്ടാവുന്ന ആളാ, എല്ലാം കിട്ടിങ്ങി നിൽക്കുകയാണ് സെറ്റിൽ. ആ ടൈമിൽ മഞ്ജുവിൻ്റെ ഏറ്റവും മാക്സിമം ഞങ്ങൾ ചെയ്ത് രാവിലെ വെച്ച് ഇന്നലെ കാണിച്ചങ്ങനെയൊക്കെയാണ് ഗുരുക്കളായിട്ട് നമുക്കൊന്നും ചെയ്തു നോക്കല്ലേ. വളരെ പെർഫെക്റ്റ് ആയിട്ട്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ മഞ്ജു എന്നോട് പറഞ്ഞിട്ടാ, ഞാൻ അഭ്യസിയാണല്ലോ, എൻ്റെ വെട്ട് ഭയങ്കര ഫോഴ്സിലെ വരിക. ഞാൻ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ പോലും ആക്ഷനിലെ റിയാക്ഷൻ എൻ്റെ ഭയങ്കരമായിരിക്കും. അതെന്റെ ജോലിയാണ്. പക്ഷെ അത് മഞ്ജു പതറില്ല. കാരണം അശോകേട്ടൻ അവിടെ വരുമ്പോ ബ്രേക്ക് ചെയ്യുമെന്ന് എനിക്കറിയാം. അവരൊറ്റ ധൈര്യത്തിലാണ് ചെയ്തതെന്ന് പറഞ്ഞു. ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടല്ലേ ഇത്. അതുകൂടാണ്ട് ഒരു ഹോഴ്സ് റൈഡിങ് ഉണ്ടായിരുന്നു, അത് തമിഴ്നാട്ടിലാണ്. അവിടെ ഒരു റെഡ് സാൻഡൽ ഉള്ള സ്ഥലമുണ്ട് പോണ്ടിച്ചേരി. അപ്പൊ മഞ്ജുവിന്റെ ഡ്യൂപ്പാണ് അത് ചെയ്യുന്നത്. നമ്മൾ ബാക്ക് സൈഡ് നോക്കിയാൽ മഞ്ജു അല്ല, മഞ്ജു ആൺവേഷമുള്ളത്. ഈ കുതിര റൈഡ് ചെയ്ത് പോകുന്ന ടൈമിൽ കാലുടക്കിയിട്ട് കുതിര തല കുത്തി വീണ് ഈ ഡ്യൂപ്പ് മറിഞ്ഞ് ഞങ്ങളൊക്കെ ഓടിച്ചെന്നപ്പോൾ സംഭവം തന്നെ ഈ ഷോൾഡർ ബോൺ പൊട്ടി സ്കിന്ന് തുളച്ച് പുറത്ത് വന്നു കുറച്ച്. അപ്പൊ മഞ്ജു ഡ്രസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് അപ്പൊ ഞാനതിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആയിട്ടാണ് ഞാൻ, അല്ല അതിന്റെ കൺട്രോളർ ചെയ്യാനാ. ഞാൻ ഈ ഫൈറ്ററെ എടുത്ത് വേറൊരു ഫൈറ്ററേയും കൂട്ടിയിട്ട് പോണ്ടിച്ചേരി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് ചെന്നൈക്ക് പോയി. അപ്പം തന്നെ അവിടുന്ന് മൊബൈലൊന്നുമില്ല. അവിടെ ചെന്ന് വിളിച്ചാൽ ആ സീൻ മഞ്ജു തന്നെ ചെയ്തു തീർത്തു. ധൈര്യം ആലോചിക്കണം, മഞ്ജുവിന്റെ ഡ്യൂപ്പ് വീണ് എല്ല് പുറത്ത് വന്നേക്കാണ്. അത്രയും സ്ട്രോങ് ആയിരുന്നു മഞ്ജു. പിന്നെ അതേമാതിരത്തെ ഒരു അനുഭവം എനിക്ക് ഇവിടെ ഉണ്ടായത് കോട്ടയം രമേശ് ചേട്ടൻ. ഞാൻ പടം റിലീസായിട്ടില്ല. ഭയങ്കര താഴ്ചയുള്ള കിണർ. ആ കിണറിൽ ഇദ്ദേഹം നിൽക്കുമ്പോൾ ദിലീഷ് പോത്തൻ വന്നിട്ട് ഇയാളെ, അത് റിലീസായിട്ടില്ല പടത്തിന്റെ പേര് ഞാൻ പറഞ്ഞു, തച്ചിട്ട് കിണറ്റിലേക്ക് വീഴും. അപ്പൊ അത് ആദ്യം വീഴുന്നത് നമ്മുടെ ഡ്യൂപ്പാ. എന്റെ ഒരു ഫൈറ്ററാണ് ആദ്യം വീഴുന്നത്. അപ്പൊ ഞങ്ങള് ശരിക്കും പറഞ്ഞ റോപ്പ് പിടിക്കാൻ മിനിമം ഒരു 4 ആളെങ്കിലും വേണം. അപ്പൊ ഞങ്ങൾ 2 ആളാ പോയിട്ടുള്ളൂ. പിന്നെ എല്ലാവരും കൂടി സഹകരിച്ച് പിടിച്ചു. ഞാൻ റോൾ ക്യാമറ ആക്ഷൻ വിട്ടോ എന്ന് പറഞ്ഞ് എന്റെ ആവേശത്തിൽ ഞാൻ വിട്ടോ എന്ന് പറയല്ല, സപ്പോർട്ടിങ് പിടിച്ച ആളിലൊക്കെ വിട്ടു. ഫൈറ്റേഴ്സ് മാത്രം വിട്ടില്ല, അവരെ കയ്യിൽ നിന്നില്ല. ഇതൊക്കെ കൂടി പൊട്ടി തെറിച്ച് കിണറ്റിൻ്റെ മണ്ടയിൽ നിന്ന് പൊളിഞ്ഞ് താഴെ വീണുപോയി. ഇത് രമേശ് ചേട്ടൻ കണ്ടു നിൽക്കുകയാണ് ഡ്യൂപ്പ് വീഴുന്നത്. ആ കിണറിന്റെ സംഭവം എന്താണ്, 75% വെള്ളവും 25% പാറയാണ്. ഈശ്വരാനുഗ്രഹമാണ് തലയിടിക്കാണ്ട് രക്ഷപ്പെട്ട്. ഇത് കണ്ടിട്ടും രമേശ് ചേട്ടൻ അതിൽ ഇറങ്ങി ചെയ്തു എന്നുള്ളതാണ്. അന്നേ രമേശ് ചേട്ടനോട് ഈ കഥ പറഞ്ഞു. പണ്ട് മഞ്ജു ഇതേമാതിരി ഇറങ്ങിയിട്ട് ഒരു എല്ല് തുളഞ്ഞിട്ടും ചെയ്തു. ഡെഡിക്കേഷനാണ് അത് ശരിക്കും പറഞ്ഞത്. എനിക്ക് ചെയ്യുന്ന ഡ്യൂപ്പിൽ അപകടം പറ്റി പിന്നെ അവർ പതറി പോകില്ലേ. ലേഡി എന്നുള്ളവർക്ക് മഞ്ജുവിനെ പതറച്ചില്ലല്ലോ. ഇതേപോലെ വേറെ ഏതെങ്കിലും നടിമാര് ചെയ്തിട്ടുണ്ടോ? നടിമാര് അതിനുശേഷം ഇപ്പൊ നിയറസ്റ്റ് ഇപ്പൊ ഒരു പടം വരുന്നുണ്ട്, ശ്രീലേഖ എന്ന് പറഞ്ഞൊരു മേഡം. മൂവി നെയിം ഇത്തിക്കര കൊമ്പൻ. അപ്പൊ അവരുടെ ബോഡി സ്ട്രക്ചർ വെച്ചിട്ടും അവരുടെ നിപ്പൊക്കെ കണ്ടാൽ ഒരു സാധു സ്ത്രീയാ. പക്ഷെ അവര് വന്നപ്പോ അത് എന്നോട് പറയുന്നുണ്ട്, എനിക്ക് ഫൈറ്റ് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ ചോദിച്ചു മേഡത്തിന് ഇതിൽ ഫൈറ്റ് ഉണ്ട്. എനിക്ക് 2 ഫൈറ്റ് ഉണ്ട്. അപ്പൊ ആദ്യം ദക്ഷൻ എന്ന് പറഞ്ഞൊരു തമിഴ് നടന്റെ ഫൈറ്റ് മേഡം കണ്ടു നിൽക്കൂ, ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ. പക്ഷെ അവര് ഈ അടുത്ത് ഞാൻ കഴിഞ്ഞ ദിവസം അവരെ വിളിച്ചു, പടം നെക്സ്റ്റ് മന്ത് റിലീസാണ്. ഞാൻ പറഞ്ഞു ഭയങ്കര രസമാണ് മേഡത്തിന്റെ ഫൈറ്റ് ഭയങ്കര രസം. കാരണം അവർക്ക് ഇങ്ങോട്ട് പലതും ചെയ്യണമെന്ന് ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയത് റിമ കല്ലിക്കൽ. ഏത് സിനിമയില്? അത് തിയേറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബിരിയാണിന്റെ ഡയറക്ട് ചെയ്ത പടം. അപ്പൊ എന്നെ ഇവിടെ നിന്ന് വിളിച്ചു. ഞാനും ഫൈറ്റേഴ്സും അവിടെ ചെല്ലുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തെങ്ങുമ്പോ കയറണം റിമ, അതാണ് വിഷയം. അപ്പൊ ചെന്നപ്പോ തന്നെ അവരെല്ലാം റിമയും ഡയറക്ടറും ക്യാമറമാനും അതിന്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവും കൂടി ചെറുചട്ടി വെച്ച് അഷഫൊക്കെ തെങ്ങ് കണ്ടെന്ന് വെച്ചാ ഇതാണ് തെങ്ങുന്ന ചെറിയൊരു തെങ്ങ്. ഇതിനിപ്പോ എനിക്ക് ഇത്രയും പൈസ ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല, ഇതല്ല തെങ്ങെന്ന് പറഞ്ഞു. ഇപ്പൊ കയറായിരിക്കാം നിങ്ങളുടെ ക്യാരക്ടറിന്റെ തെങ്ങ് ഇതല്ല എന്ന് പറയുമ്പോ കൈമ പിടിച്ച് നേരെ കൊണ്ടുപോയി റിമ കാണിച്ചു തന്നു. ഒരു പുഴയെന്ന് ഒരു തെങ്ങ് ഇങ്ങനെ പോയേക്കാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ അത്രോളം തെങ്ങ് ഇല്ലാന്ന് തോന്നുന്നു. അവിടുന്ന് അത് മേലോട്ട് പോയേക്കാണ്. ഇതിന്റെ മോളിൽ കയറി തേങ്ങ വെട്ടണം റിമ. അതിന്റെ കഥ അതാണ് ഹൈലൈറ്റ്.
റോപ്പ് ഇട്ടിട്ടാണ് കയറണമെങ്കിലും ഒരു ആണുങ്ങൾ കയറൂല. അപ്പൊ ഞാനൊരു കയറുന്ന ഒരാളെ ഞാൻ അവിടെ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇത് നോക്കി പഠിക്കാനാ അത് അവര് ട്രെയിനിങ് കൊടുക്കണല്ലോ. ഞാൻ അത്രയും ദിവസം ട്രെയിനിങ് കൊടുക്കാൻ പറ്റൂല. അപ്പൊ ഇതിന്റെ മുകളിൽ നിങ്ങൾ കയറാറുണ്ടോ എന്ന് ചോദിച്ചപ്പോ കയറാത്തത് എങ്ങാണ്ട് നമുക്കറിയാം. ഉണങ്ങിയ പോലെ നിൽക്കണം, ഉണങ്ങിയ തേങ്ങ നിൽക്കണം. ഇപ്പുറത്തെ തെങ്ങുമ്പോൾ നോക്കുമ്പോ ഉണങ്ങിയ തേങ്ങയില്ല. അപ്പൊ അതിന്റെ അടുത്ത തെങ്ങുമ്പോ കയറാറില്ല എന്നാണ്. അല്ല, അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളവരും കയറൂല. അപ്പൊ ഞാൻ ചേട്ടൻ ഇത് ഒടിഞ്ഞു വീഴുവോ? ഒടിഞ്ഞൊന്നും വീഴൂല, തെങ്ങ് അങ്ങനെ ഒടിയില്ല, ഹെൽത്താണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എൻ്റെ ഒരു ഫൈറ്ററെ കയറ്റി റിമാനോട് പറഞ്ഞു. ഫൈറ്റർ മുകളിൽ കയറ്റി റോപ്പിൽ. ട്രെയിനൊന്നും ഇടാൻ പറ്റില്ല, ട്രെയിനിന്റെ ആമൊന്നും അങ്ങനെ ചെല്ലില്ല. തെങ്ങിന്റെ കൊരക്കിയിൽ ഇട്ടിട്ട് നമ്മ പിന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കയറ്റിടും. കയറി അവൻ സേഫായിട്ട് ഇറങ്ങി വന്നു. അത് കഴിഞ്ഞ് ഇറങ്ങി താഴെ വന്നപ്പോ അതേ റോപ്പുമ്പിൽ ഒരു 3 ആളെ ഞാണ്ട് നോക്കി. അപ്പൊ തെങ്ങ് ഇങ്ങനെ ഷോക്കപ്പാവുന്നുണ്ട് ഇങ്ങനെ, അല്ലാത്ത വേറെ കുഴപ്പമില്ല. ഹൃദയമ ധൈര്യത്തിൽ എന്റെ നെഞ്ച് കിടന്ന് ഇങ്ങനെ ഇടിക്കുകയാണ്. കാരണം മേലെ ചെല്ലുമ്പോ ഒമിറ്റ് ചെയ്യില്ലേ, പിന്നെ തെങ്ങ് ഇങ്ങനെ കയറുന്നതനുസരിച്ച് ഇങ്ങനെ പോയി. അപ്പൊ ഈ ബാലൻസ് വരുമല്ലോ, അത് അവിടെ നിന്ന് അത് വെട്ടി ഇറങ്ങി വന്ന് പിന്നെ അതിന്റെ കുറച്ച് റിയാക്ഷൻസ് ഉണ്ട്. എനിക്ക് സബ്ജക്റ്റ് ബേസിലാണ്, എനിക്ക് പറയാൻ പറ്റൂല. അതിൻ്റെ എല്ലാം റിയാക്ഷൻസ് കാണിച്ച് താഴെ ഇറങ്ങി വന്നപ്പോ ശരീരം സകല സ്ക്രാച്ചാണ്. അന്ന് ഞാൻ റൈറ്റപ്പ് കൊടുത്തിരുന്നു. മഞ്ജു വാര്യർക്ക് ശേഷം സാഹസികമായിട്ട് എൻ്റെ സിനിമാ ജീവിതത്തിൽ ചെയ്ത റിമേണെന്നും പറഞ്ഞ് അത് ചാനലുകളിലൊക്കെ ഭയങ്കര റിപ്പോർട്ടായിട്ടും ന്യൂസായിട്ടും വന്നതാണ്. മഞ്ജു ചേച്ചിക്ക് ശേഷം ആദ്യമായിട്ട് പിന്നെ ചെയ്തത് അത്ര സീരിയസ് ചെയ്തത് റിമേണ്, പിന്നെ ശ്രീലേഖ. അതേപോലെ വേറെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ അത് അതേ കണക്കിന് തന്നെ കാലിബറുള്ളവരാ? അല്ല, പിന്നെ ഫീമെയിലിന് അങ്ങനെ വലിയൊരു ഫൈറ്റ് ഉണ്ടായില്ല. ഇപ്പൊ നടക്കുന്നുണ്ട്. ഇപ്പൊ സേനു ചാവക്കാടിന്റെ പടത്തില് 2 ലേഡീസ് ഉണ്ട് ഫൈറ്റ് ചെയ്യുന്നു. രഘുറാം, ആദേശ് ബാല, സമ്പത്ത്, അങ്ങനെ ഒത്തിരി തമിഴ് നടന്മാരെ അഭിനയിക്കുന്നൊരു പടമാണ്. അപ്പൊ അതിൽ അവരൊക്കെ നോർമലി അവർ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പഴയപോലെ പെണ്ണുങ്ങളുടെ ഇങ്ങനെയുള്ള ഇടിയൊന്നും അല്ല സ്ത്രീകൾ ചെയ്യുന്നത്. ശരിക്കും ജെൻസ് എങ്ങനെ പഞ്ച് ചെയ്യുന്നു ആ മൂഡിൽ തന്നെയാണ് ചെയ്യുന്നത്. നോർമലി സ്ത്രീകൾ പഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ കൈ ഇങ്ങനെ വരാം, ആണുങ്ങളാവുമ്പോൾ ഈ വരുള്ളൂ. അപ്പൊ അത്രയും ഇത് ഞാനൊരു ലേഡിയാണ്, ഞാൻ ഫൈറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയല്ല സിനിമയിൽ ഇങ്ങനെ വരണമെന്നുള്ള ബോധം ഇന്ന് വരുന്ന സ്ത്രീകൾക്കുണ്ട്. സാറ് കുറെ ആക്ടേഴ്സിന്റെ കൂടെ സ്റ്റണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് ആരുടെ കൂടെ ചെയ്തപ്പോഴാണ്? എനിക്ക് എല്ലാവരും കംഫർട്ടബിൾ ആയിട്ട് വന്നു. അപ്പൊ എല്ലാവരും ചില ആളുകൾ എന്നോട് പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ്. ഇപ്പൊ ഞാൻ പൃഥ്വിരാജിന് കൊറിയോഗ്രാഫ് ചെയ്തിട്ടുണ്ട്. ഏത് സിനിമയ്ക്ക് വേണ്ടി? പൃഥ്വിരാജിന് ജനഗണമന. അത് ഇത്തിരി റിസ്ക് ഉള്ള സാധനമാണ്, പക്ഷെ ഒരുപാട് ലെങ്ത് ഫൈറ്റ് ഒന്നുമല്ല. രാജുവിനെ ഹാൻഡ് കഫ് ഇട്ടൊരു കസേര ഇരുത്തിയേക്കും. അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ലേ? അത് ആ കസേരയോട് കൂടി മറിഞ്ഞു വീഴുന്നത്. അപ്പൊ രാജു എന്നെ കണ്ടിരിക്കുന്നത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആയിട്ട്. ഞാൻ രാജുവിന്റെ തൊട്ട് മുമ്പുണ്ടായിരുന്ന ചക്രം പടത്തിനെ കൺട്രോൾ ചെയ്യാനാ. അപ്പൊ അവിടുന്ന് ഇത്ര വേഗം വരുമ്പോ എന്നിലൊരു കോൺഫിഡൻസ് കുറവുണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞ് മാറ്റുണ്ട്, ഞാനൊന്ന് വീണ് കാണിക്കാം. അല്ല വേണ്ട ചേട്ടൻ വീഴണ്ട, ഫൈറ്റേഴ്സ് ഇല്ല. ഞാൻ പറഞ്ഞ് ഒരു ഫൈറ്ററേ ഉള്ളൂ, എല്ലാം കമ്പനി ആർട്ടിസ്റ്റിനെ വെച്ചാൽ ചെയ്യണമെന്ന് പറഞ്ഞു. ഇവിടെ ചവിട്ടണ്ടേ, അത് ആരോ ചവിട്ടണം. അപ്പൊ അവര് അതിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 6 പോലീസുകാരെ വന്നപ്പോ തന്നെ ഞാൻ ട്രെയിൻ ചെയ്യിപ്പിച്ചു. അതിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കുന്ന ഒരു സുരേഷ് ഉണ്ട്, ഒരുപാട് പടത്തിലുണ്ട് അദ്ദേഹം. അയാളുടെ ചവിട്ട് എനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു, ഭയങ്കര റിയാക്ഷൻ. പക്ഷെ പൂ മുട്ടുന്ന മാതിരിയാണ് ഈ സുരേഷിന്റെ കാലിങ്ങനെ വരുന്നത്. അപ്പൊ അവർ കുറച്ചും കൂടി ജോറായിട്ട് ചവിട്ടിക്കൊന്നു പറഞ്ഞു. അപ്പൊ ഇല്ല, രാജു സാറിനെ ചവിട്ടുമ്പോൾ അങ്ങനെ മുട്ടാൻ പറ്റുമോ സാറേ, പിന്നെ എൻ്റെ ജീവിതം പോയില്ലെന്ന് പറഞ്ഞു. എന്നാലും റിയാക്ഷൻ പക്കയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ രാജുവിനോട് പറഞ്ഞു, രാജു എൻ്റെ ചെസ്റ്റ് ചവിട്ടിയാണ്, ഇയാൾ ഒത്തിരി കാലങ്ങളായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ സുരേഷ്, വളരെ നന്നായിട്ട് ചെയ്യുന്നത്. ഒറ്റ ടേക്കിലത് നോക്കിയിരുന്നു. കാരണം ചെയറുമ്പിൽ ഹാൻഡ് കഫ് വെച്ചിരിക്കല്ലേ, വേറെ നിയന്ത്രണം ഇല്ലല്ലോ. ഇവിടെ നിന്ന് അങ്ങനെ അതോട് കൂടി വീഴാണ്. ടേക്ക് വണ്ണിൽ തന്നെ അത് വളരെ വൃത്തിയായിട്ട് അദ്ദേഹം ചെയ്തു. പിന്നെ ഉണ്ണിമൂന്തൻ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തു. ഉണ്ണിമൂന്തൻ അത്ഭുതമാണ്. കാരണം ചാണക്യതന്ത്രത്തില് കണ്ണനാമ്പരക്കുളം ഞങ്ങൾ വളരെ നേരത്തുള്ള ബന്ധമാണ്. അപ്പൊ 2 ഫൈറ്റ് ഉണ്ട്. ഒന്ന് ഇൻട്രോ. അപ്പൊ ഇൻട്രോ ഏത് ടൈപ്പാണെന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞ കണ്ണചേട്ടൻ അങ്ങനെയാണ് ഇൻട്രോ ഫൈറ്റ് ഞാൻ ചെയ്യാം, കാരണം ഒത്തിരി ബിൽഡപ്പ് ആയിരിക്കുമല്ലോ. നോക്കിയപ്പോ അത് കളരി ബേസ്ഡാ. ഒന്ന് സിനിമാറ്റിക് ഫൈറ്റും. അപ്പൊ ഇൻട്രോ ആ കളരി ബേസ്ഡുള്ള ഫൈറ്റ് ഞാനെടുത്ത് ഒരു പ്രാവശ്യം കാണിച്ചു കൊടുത്താൽ മതി. പക്ഷെ അതിലും നല്ലൊരു ഷോട്ട് ഉണ്ട്. അതായത് വെപ്പൻസ് ആണ് ആദ്യം ഉപയോഗിക്കുന്നത്, അത് കഴിഞ്ഞ് വാളിലേക്ക് വരും. വാളിൽ കറങ്ങിയൊരു ചാട്ടമുണ്ട്, അത് നല്ല തിയേറ്ററിൽ കയ്യടിയിരുത്തിയൊരു ചാട്ടമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ കൈപ്പോരെന്ന് പറയും കളി, ഈ അടിച്ചു വന്നിട്ട് ഒരുത്തന്നെ ചവിട്ടി കാലിന്റെ തുടമ ചവിട്ടി തോളത്ത് ചവിട്ടി കറങ്ങി വന്നിരിക്കുന്ന ഒരൊറ്റ ഷോട്ട്. ഈ സാറ് ഇപ്പൊ ഉണ്ണിമൂന്നിന്റെ കാര്യം പറഞ്ഞോണ്ട്, ഉണ്ണിമൂന്നിന്റെ സിനിമ അറിഞ്ഞല്ലോ മാർക്കോ, അതിലെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് തന്നെ ഇതേപോലെ സ്റ്റണ്ട് കോറിയോഗ്രാഫി തന്നെയാണ്. അതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കിയോടത്തോളം അതിന്റെ ഫൈറ്റ് മാർഷും ഉണ്ണിയും തന്നെയാണ്, മേക്കപ്പും.
എങ്ങനെയുണ്ടായിരുന്നു ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോ? കാരണം ഓൾറെഡി സാറ് ഉണ്ണിച്ചേട്ടൻ്റെ അടുത്ത് വർക്ക് ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഉണ്ണിയിൽ നിന്നും ഇപ്പൊ വന്ന ഒരു ഡിഫറൻസ് മാർക്കോയിൽ പ്രത്യേകിച്ച് കണ്ടു കഴിഞ്ഞു. മാർക്കോ കണ്ടിട്ട് കരഞ്ഞ വ്യക്തി ഒരാളുണ്ടാവുള്ളൂ. അതാണ് കുട്ടികൾ പേടിച്ച് കരഞ്ഞിട്ടുണ്ടാവും. എനിക്ക് 67 വയസ്സായി. മാർക്കോ കഴിഞ്ഞപ്പോ എന്റെ കണ്ണീന്ന് വെള്ളം വന്നിട്ട് ഞാൻ തുടച്ചിറങ്ങിയതാണ്. എന്ത് പറ്റി? അത് ഞാൻ ഇയാൾക്കല്ലേ ഞാനൊരു ഫൈറ്റ് എടുത്തതെന്നുള്ളൊരു അഭിമാനം ഓർമ്മിക്കും അവിടെ. അത് അഭിമാനത്തിന്റെ കരച്ചിലാണ്. കണ്ണീർ 2 ടൈപ്പ് ഉണ്ടല്ലോ. ഒന്ന് ആനന്ദ കണ്ണീരുണ്ട്. അത് ആനന്ദ കണ്ണീരാണ് എനിക്ക് വന്നത്. നമ്മൾക്ക് ഒരുപാട് സന്തോഷം തോന്നുമ്പോൾ ആ തിയേറ്ററിൽ ഇയാളോ സീൻ ബൈ സീൻ ഇങ്ങനെ കത്തി തിളങ്ങല്ലേ. ആ ടൈമിൽ ഞാൻ അത്രയും ആവേശത്തോടു കൂടി സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ രാഷ്ട്രീയങ്ങളുടെ ജയിലാണ്. ഞാൻ രജനീകാന്തിന്റെ എല്ലാ പടവും പോയി തിയേറ്ററിൽ കാണുന്നതാണ്. മറ്റു സിനിമകൾ ഞാൻ അധികം തിയേറ്ററിൽ കാണാറില്ല, നേരം കിട്ടൂല. പക്ഷെ ഈ പടം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആവേശം ഉണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് എൻ്റെ കണ്ണൊക്കെ അറിഞ്ഞു. എൻ്റെ ഒരു ഫ്രണ്ട് ചോദിക്കുകയും ചെയ്തു, ഇപ്പൊ ഈ ജലദോഷം പിടിച്ചൊരു സൗണ്ട് വരുമല്ല. നമ്മ പടം കണ്ടിങ്ങാറ്റും മറ്റേ പഴയ എൻ്റെ ഫർഗീസിന്റെ പടം കണ്ടവർ ഇങ്ങനെ വരാൻ പറ്റൂല. നമ്മളൊന്ന് ക്ലിയർ ചെയ്ത് നോക്കിയപ്പോൾ കണ്ണൊക്കെ ചോദിച്ചിരിക്കണല്ല. എന്ത് വെച്ചിരിക്കണേ ഞാൻ വളരെ സന്തോഷമില്ല. ഈ ഉണ്ണിമൂന്നന്റെ ഇൻട്രോഫൈറ്റ് ഞാൻ എൻ്റെ അടുത്ത് അതിനുശേഷം ഉണ്ണിയുടെ ആ വളർച്ച, ആ ഒരു സ്റ്റാർഡം. അല്ല, അതിനുശേഷം ഞാൻ കണ്ടിരുന്നു ജയ് ഗണേഷിന് എനിക്ക് പോകാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയ് ഗണേഷിന്റെ കഥ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ഞാൻ ചെന്നു. അതൊരു ഫൈറ്റ് അല്ല, ഈ വീൽ ചെയർ പോലൊരു സംഭവമാണ്. പക്ഷെ അത് എടുക്കുന്ന ദിവസം ചെസ്റ്റ് ഇൻഫെക്ഷൻ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിപ്പോയി. പക്ഷെ ഇത്രയും വലിയ ആർട്ടിസ്റ്റിന്റെ പടം, ഇത്രയും വലിയ ഡയറക്ടറുടെ പടം, ഞാൻ എന്റെ കൺട്രോളറെ ഡയറക്ടറെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഇന്നതാണ് എൻ്റെ അവസ്ഥ, ഒരു കാരണവശാലും എനിക്ക് വരാൻ പറ്റില്ല, കാരണം ആന്റിബയോട്ടിക്കാണ്. അപ്പൊ എനിക്ക് വിശ്വസ്തനായ ഒരാളെ ഞാൻ വിട്ടാൽ മതിയോ സാർ? ഉണ്ണിനോട് ചോദിച്ചിട്ട് ഓക്കെ അല്ലെങ്കിൽ വിടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ട് ഒരാളെ വെച്ചോളാം. കുഴപ്പമില്ല, ഒരു കളി ഞങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ ഒരാൾ വിട്ടോളാം. അങ്ങനെ എടുത്താണ്. ഉണ്ണിമൂന്നനായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? തത്ത പറയുന്നതായിട്ടാണ്. കാരണം അവര് എന്നെ സംബന്ധിച്ച് ഞാൻ കാണുന്നത് ഞാൻ ഒന്നുമല്ല എന്നാ. കാരണം ഒരുപാട് മാസ്റ്റേഴ്സിന്റെ കൂടെ അസിസ്റ്റന്റായിട്ട് നടക്കുന്ന ഒരുപാട് ആളുകൾ ഇന്നും ഫൈറ്ററാണ്. ഞാനൊരു മാസ്റ്റർ കൂടെ നടക്കാതെ ഇന്ന് മിനിമം 55 to 60 മൂവീസ് ചെയ്യുന്നുണ്ട്. ഭോജ്പൂരി, മറാത്തി, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡം, മലയാളം, ഈ 7 ഭാഷയും ഞാൻ ചെയ്യുന്നു. അപ്പൊ ഇതൊരു ആരും കൂടെ ഞാൻ പോയിട്ടില്ലല്ലോ. സാറിന് ഇത്രയും ഭാഷകളിൽ അഭിനയിക്കണമെങ്കിൽ ആ ഒരു ലാംഗ്വേജ് കൈയുണ്ടല്ലോ. നമ്മുടെ ലാംഗ്വേജ് കൈയും കാലും. ഇതാണ് പറയുന്നത്. അത് കൈകൊണ്ട് കാരണം പിന്നെ ലിപ്പ് നമ്മളെ ഇംഗ്ലീഷ് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും, തിരിച്ച് പറയാൻ പറ്റില്ലെന്നും. തെലുങ്ക് ഏകദേശം ഓക്കെ, എനിക്ക് 20% ഓക്കെയാണ്. കന്നഡ ഓക്കെയാണ്, ഹിന്ദി ഓക്കെയാണ്, പിന്നെ തമിഴും ഉണ്ടല്ലോ. അപ്പൊ അതിൽ കാര്യങ്ങൾ അവിടെ നടന്നു പോകും. എങ്ങനെയാണെങ്കിലും ഏത് ലാംഗ്വേജ് ആണെങ്കിലും ഏത് ലാംഗ്വേജ് ആണെങ്കിലും അത് അവർ പറഞ്ഞു തരുന്ന സിറ്റുവേഷൻ പറഞ്ഞു തരും. ഇപ്പം അതർ ലാംഗ്വേജ് ആണ് മിക്കതും സ്റ്റോറി ബോർഡ് ഉണ്ടാവും. ഇപ്പൊ ഞാൻ MC ജോസഫിന്റെ ഒരു പടം ചെയ്തു, മീശ. MC ജോസഫ് എന്റെ ഫ്രണ്ടാണ്. അപ്പൊ എന്നോട് പറഞ്ഞു സ്റ്റോറി ബോർഡ് ഉണ്ട് ഒരു കടയെന്ന് പറഞ്ഞു. സ്റ്റോറി ബോർഡ് നോക്കിയപ്പോൾ അവര് വരച്ച ലൊക്കേഷനിലല്ല ഈ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ജോസഫ് അതാ ഇതിങ്ങനെ ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം കൂടി ഇല്ല, നമുക്ക് വേറൊരു പാറ്റേണിൽ ചെയ്യാം. അപ്പൊ ഞാൻ ഒരു 3 പാറ്റേൺ നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്തു. ഈ 3 പാറ്റേൺ കാണിച്ചു കൊടുത്തു. ആദ്യത്തെ പാറ്റേൺ കാണിച്ചപ്പോൾ തന്നെ ഇത് ഓക്കെ എന്ന് പറഞ്ഞു. അല്ല, അതിനേക്കായി നല്ലതാണെങ്കിലും സെക്കൻഡ് തേർഡും കൂടി ഒന്ന് ഷോ കാണാൻ പറഞ്ഞു. ഇല്ല, വേണ്ട, അത് തന്നെ. അത് ഷൈൻ ടോം ചാക്കോയിൽ. എങ്ങനെയുണ്ട് ഷൈനി ഡ്യൂപ്പ് ഒന്നും വേണ്ട, കൊണ്ടുവന്ന ഡ്യൂപ്പ് വെറുതെ ക്യാഷും വാങ്ങിപ്പോവും. അവൻ ഡ്യൂപ്പൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ ഇട്ട് ഷൈൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്ത് മാറിയിരിക്കും. അവന്റെ ഒരു പണിയില്ല. ഏത് സിനിമയിലായിരുന്നു? മീശ ഏത് തെരിമേരി എഴുതിയൻ, അത് ഷൈനികോ അങ്ങനെ തന്നെയാണ്. ഷൈനികത്തിന്റെ ഹാദ് എന്ന് പറഞ്ഞ പടത്തിൽ ഫസ്റ്റ് ഡേ 3 days ഞാൻ ആ ഫൈറ്റ് ചെയ്തു, ഇൻട്രോ. ആ ഫൈറ്റിൽ 2 ക്യാമറ വെച്ചാണ് കോഴിക്കോട് സരോവരം പാർക്കിൽ ആ ഫൈറ്റ് നടക്കുമ്പോൾ ഒരു ലെങ്ത് ഷോട്ടാണ്. അപ്പൊ ഈ ഷൈൻ്റെ പോർഷൻ ഞാനാ ചെയ്യുന്നത്. പിന്നെ എന്റെ ഫൈറ്റേഴ്സും ക്യാരക്ടേഴ്സിന്റെ റോള് ഫൈറ്റേഴ്സും ചെയ്തിട്ട് ലാസ്റ്റ് ഒരു ചവിട്ടി വിട്ടിട്ട് തെറിച്ച് വീഴണം. ആ വീഴ്ച ഞാൻ വീണ് കിടക്കണോടത്ത് ആ ഷോട്ട് കട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഇത്രയും 2 ക്യാമറ ഉണ്ട്, 2 ഷോട്ട് വൈഡ് മിഡായിട്ട് പോവാം. റെയർ 1-2 INS ക്ലോസ് മാത്രമേ അതിൽ വരുള്ളൂ. ലാൻഡിങ് ഷോട്ട് നമുക്ക് വേറെ എടുക്കാൻ ഇല്ലേക്ക്, അത് ഒറ്റ ഷോട്ടിൽ പോകണം. ഈ ഞങ്ങളെ പോലെ സാധാരണ പ്രേക്ഷകർക്ക് കുറേ ഡൗട്ടുകളുണ്ട്. ഈ കാണുന്ന ഇടി മൊത്തം മേടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ വില്ലന്മാർക്കും അത് ഫൈറ്റേഴ്സിനും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ലേ? ഇല്ല, അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ എങ്ങും മുട്ടുന്നില്ല എന്നുള്ളതാണല്ലോ സത്യം. പക്ഷെ നമ്മള് ഫോട്ടോയിലും വീഡിയോസിലൊക്കെ കാണും. അല്ല, അത് കാരണം അത് എഫക്റ്റിലാണ് നമുക്കത് തോന്നാം. അപ്പൊ ഒരു രീതിയിലും ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ലേ? ഉണ്ടാവും. അതായത് ഈ കഴിഞ്ഞ ദിവസം റിയാസ് ഖാന്റെ ഒരു പടം ഞാൻ ചെയ്തു.
റിയാസ് ഖാന്റെ രണ്ടാമത്തെ പടം ശ്വേതാ മേനോൻ റിയാസ് ഖാനും കൂടി ഒരു ഫൈറ്റ് ഞാൻ ഒരു 2 കൊല്ലം മുന്നേ ചെയ്തിട്ടുണ്ടായി. പിന്നെ ഇപ്പൊ ഞാൻ ചെയ്ത് ഇനിയും എന്ന് പറഞ്ഞ പടത്തിൽ തടിമില്ല് ഫൈറ്റ് ഉണ്ടായി. അദ്ദേഹം വളരെ സൈലന്റ് ആണ്. അപ്പൊ എനിക്കറിയാം റിയാസ് ഖാൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിന്റെ ഏതെല്ലാം ഭാഗങ്ങളാണ് ഒട്ടിച്ചു വെച്ചേക്കുന്നത്. കാരണം അയാൾ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നല്ലേ. എന്നോട് ചോദിച്ചേ, അല്ല എനിക്ക് ഈ ഫോളോയിങ്ങും കാര്യങ്ങളും തരാത്ത എന്താണ് മാഷ്? ഞാൻ പറഞ്ഞു, ഞാനത് പറയുമ്പോൾ സാറിന്റെ അവസ്ഥ എൻ്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യും. എനിക്ക് നിങ്ങളെ കുറിച്ച് അറിയാം, നിങ്ങളുടെ പേരായിട്ട് അറിയാം. റോപ്പാണെങ്കിലും ഓക്കെ, ലാൻഡിങ്ങിൽ ഇന്നത് നിങ്ങൾ ചെയ്യില്ല. കാരണം ഓരോ പാർട്സുകൾ ഒടിഞ്ഞിട്ട് റാടൊക്കെ ഇട്ട് വെച്ചൊക്കെ ഫൈറ്റ് ചെയ്തിട്ട്. സാറേ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, എന്താ ഈ റോപ്പും ലാൻഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം? റോപ്പ് സപ്പോർട്ട് ചെയ്യും. അതായത് ഇതൊരു മനുഷ്യൻ നേരെ ഇവിടെ വീഴണമെങ്കിൽ ഇങ്ങനെ വീഴുന്നു, ഇതിലാണ് വീഴുന്നുണ്ട്, ഇവിടെ ഒന്ന് ബ്രേക്ക് ചെയ്യും. ഫോഴ്സ് ഇല്ല. ആ ലാൻഡിങ്ങിന്റെ ഹാർഡ് വരില്ല, അതിനെ റോപ്പ് ബ്ലോക്ക് ചെയ്യും. പക്ഷെ ഇതേ റിയാസ് ഖാൻ തന്നെ ഒരു ചുമരില് അവിടെ ഒന്നും ചെയ്യാൻ മാർഗമില്ല. കമഴ്ന്ന് ചെന്നിട്ട് ഇങ്ങനെ ഇത് കാലാണെങ്കിൽ ഇങ്ങനെ അടിച്ച് താഴെ വീഴും. അപ്പൊ അദ്ദേഹം മാറിയിരിക്കണം. ഒരുപാട് ക്രൗഡ് ഉണ്ട് അവിടെ. അദ്ദേഹം വലിയൊരു ഫൈറ്റ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റും കൂടിയാണ്. അപ്പൊ ഞാൻ അവിടെ ചെന്നുങ്ങാട്ട് മുട്ടുകുത്തിരുന്നിട്ട് പറഞ്ഞ്, ആ ചെമരിന്റെ അവിടെ എൻ്റെ ഒരു ഫൈറ്റർ ഒരു സാധനം കാണിക്കും, സാർ ഒന്ന് നോക്ക്. അപ്പൊ റോപ്പിടാൻ പറ്റുന്ന അദ്ദേഹത്തിന് തന്നെ അറിയാം. കതിർവരൂർ വീരൻ ക്ഷേത്രത്തിന്റെ അടുത്തുള്ള ഒരു ചെറിയൊരു സ്ഥലത്താണ് ചെയ്യുന്നത്. ഉത്പൽ വി നായനാണ് ക്യാമ്പ്. ഉത്പലെ ഒരൊറ്റ ഷോട്ട്. ആരാ ഉത്പലെ ഫോക്കസ് എടുക്കണേ? ഒറ്റ ഷോട്ട്. അതെന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോക്കസ് പോയെന്നും പറഞ്ഞ് രണ്ടാമത് ഞാൻ ചാടില്ല. ഒരു ചാട്ടം ഞാനത് ചാടിക്കൊണ്ട് അതിൽ മാച്ച് ഇട്ട് കൊടുത്തു കറക്റ്റായിട്ട് ചാടി. ഏകദേശം 300ഓളം സിനിമകൾ സാറ് സ്റ്റണ്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റണ്ട് ചെയ്തപ്പോ എപ്പോഴെങ്കിലും ഭയങ്കരമായ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ 2-3 അസിസ്റ്റൻസിന് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ശ്രീനാഥ് വാസിയും ഷൈൻ ടോം ചാക്കോങ്കുളിയും ചെയ്തപ്പോൾ, അത് തേരി മേരി, അതിലൊരു മൺവെട്ടിയും പിക്കാസും അവരുടെ കയ്യിലുണ്ട്. അപ്പൊ അത് അവിടേക്കാണ് മറ്റുള്ള ആർട്ടിസ്റ്റ് റിഷാദ് അടക്കമുള്ള ഒരു ഗ്യാങ് വരുന്നത്. പക്ഷെ അത് പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ഫൈറ്റ് അതിന്റെ പേരിൽ അവർക്ക് പ്രൊഡക്ഷനിൽ അതിന്റെ ഡെമ്പ് എടുക്കാൻ നേരം ഉണ്ടായി. അപ്പൊ ഒരാൾ അടിക്കാൻ വരുമ്പോൾ ഈ സാധനം ഇട്ടിട്ട് അടിക്കുകയില്ല. അപ്പൊ ഇത് രണ്ടും കൂടിയും വെച്ചിട്ടുള്ള ഒരു മൂവ്മെന്റ്സ് ഇവരെ അറ്റാക്ക് ചെയ്യുമ്പോൾ രണ്ടും കൂടി ഉടക്കിയിട്ട് ബാബുസാറിന്റെ കൈ കുറച്ച് മുറിഞ്ഞു. അവർ മൈൻഡ് ചെയ്തില്ല. അവര് സ്വാഭാവികം സംഭവിക്കുന്നതെന്നറിയാം. അതുപോലെ കുണ്ടറ NDPS എന്ന് പറഞ്ഞ പടത്തിൽ തന്നെ 200ഓളം ഫൈറ്റേഴ്സാണ് ബൈക്കും ലോറിയൊക്കെ വെച്ചിട്ട്. അവിടെയും ബാസി സാറ് ഭയങ്കര റിസ്ക് എടുത്തിട്ടാണ് അദ്ദേഹം ചെയ്തത്. സാർ ഞാൻ വേറൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. സാറ് കുറേ അധികം നാളുകളായിട്ട് സിനിമകളിലുള്ള, കുറേ നാളുകൾക്ക് മുന്നേ സിനിമയിൽ വന്നിട്ട് കുറച്ച് നാളത്തേക്ക് ഒരു ബ്രേക്ക് എടുത്തു, ആരോഗ്യ പ്രശ്നങ്ങൾ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയും തിരിച്ചു വന്നു. അപ്പൊ അതിന് മുന്നേ വർക്ക് ചെയ്തപ്പോഴും അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ വർക്ക് ചെയ്യുമ്പോഴും തമ്മിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് തോന്നുന്നു? അന്ന് ചെയ്തിരുന്ന എക്സിക്യൂഷനാണ്. അതിന് ആരോഗ്യപരമായിട്ട് വലിയ റിസ്ക് ഇല്ല, മെന്റലാണ്. പക്ഷെ ഇത് മെന്റലും ഫിസിക്കലിയും. അപ്പൊ അതൊരു വാശി എന്നുള്ള ഇറക്ക് തന്നെയായിരുന്നു ഞാൻ ഈ ആക്ഷനിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. കാരണം ഈ ക്യാൻസർ വന്ന് പെട്ടെന്ന് ആളുകൾക്ക് എന്തെങ്കിലും സംഭവിക്കും എന്ന് പറയുന്നിടത്ത് അതിനെ അതിജീവിച്ച് അതിനേക്കായും കുറച്ചും കൂടി കഠിനമായ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, പഴയതിനേക്കാൾ ഹാർഡായിട്ടുള്ള ഒരു ജോലി പുതിയതിലേക്ക് കയറുമ്പോൾ ഫാമിലിയൊക്കെ എന്ത് പറഞ്ഞു? ഫാമിലിക്ക് വിഷയമല്ല. എനിക്ക് എന്റേതായിട്ടുള്ള ഒരു ചില ജഡ്ജ്മെന്റുകൾ ഉണ്ട് വീട്ടിലായാലും. ഞാൻ വളരെ സോഫ്റ്റ് ആണ് എല്ലാവരുടെ അടുത്തും, പിള്ളേരുടെ അടുത്തായാലും വൈഫിന്റെ അടുത്തായാലും എല്ലാവരുടെ അടുത്തായാലും. എന്റെ തീരുമാനങ്ങൾ കരിനീഴലിന്റെ സത്യം പറഞ്ഞ മാതിരിയാണ്. എന്റെ ചില നിർണായകമായ തീരുമാനങ്ങൾ യുദ്ധത്തിന്റെ ഗതി വരെ നിയന്ത്രിച്ചിട്ടുണ്ടെന്ന് പറയുന്ന മാതിരിയാണ്. കേണൽ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്ന് പറഞ്ഞ മതി, നമ്മൾക്ക് നല്ലതെന്ന് തോന്നുന്ന ഒരു വശം 2 വശവും ചിന്തിക്കും. പിന്നെ ഇത് എൻ്റെ ഒരു ജോലിയാണല്ലോ. അപ്പൊ എന്റെ ഫാമിലി ചിന്തിക്കുമ്പോൾ അഷ്റഫ് ഗുരുക്കൾ മാത്രമല്ലല്ലോ ഫൈറ്റിലേക്ക് പോകുന്നത്. ഈ കഴിഞ്ഞ ദിവസം എന്റെ ഒരു ഫൈറ്റർ സോഫിയ പോൾ മേഡത്തിന്റെ പടം ഇപ്പൊ നടക്കുന്ന ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ, അതിൽ 7 ദിവസം ഉണ്ടായിരുന്നു ഞാൻ. അത് ഞാൻ ലിഫ്റ്റിൽ കയറുന്നൊരു ഫോട്ടോ എടുത്തു. അന്ന് രാത്രി 2 മണിക്ക് മഴയത്ത് ഫൈറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പാന്റും ഷൂ ഒക്കെ മാറ്റിയിട്ട് കോസ്റ്റ്യൂംസിൽ നിന്നൊരു മുണ്ടും വേറെ ഷർട്ടും ഒരു തോർത്തും തന്നു. അത് അപ്പൊ സ്ലിപ്പറും ഷൂ നനയും വരാം. തിരിച്ച് ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ഫോട്ടോ അവരെടുത്തു. സോഫിയ മേഡത്തിന്റെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനിൽ രാവിലെ പോകുന്ന ദൃശ്യവും അഷ്റഫ് ഗുരുക്കൾ തിരിച്ചു വരുന്ന ദൃശ്യവും. ഇത് കണ്ടിട്ട് വീട്ടിൽ ഭയങ്കര വിഷമമായി. കാരണം അത് വളരെ പിച്ചക്കാരൻ്റെ അവശതയായിട്ടാണ്. പിന്നെ എന്റെ അസിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇരുന്ന് കഴിഞ്ഞാൽ എണീക്കാൻ 2 ആളുടെ സപ്പോർട്ട് വേണം. ഞാൻ ഡൈവിങ് ഫോളോയിങ് ഞാൻ തന്നെ ചെയ്യുന്നു. പക്ഷെ അപ്പോഴത്തേനും 2 ആൾ വന്ന് എന്നെ പിടിക്കും. കാരണം എനിക്ക് ഇയർ ബാലൻസ് വിഷയമുണ്ട്. ഈ ഇയർ ബാലൻസിന്റെ വിഷയമുള്ള സമയത്ത് എങ്ങനെയാണ്? അതാണ് എന്തൊരു ഭാഗ്യമുള്ളത്. അത് കൺട്രോൾ ചെയ്തിട്ടൊക്കെ ഞാൻ ചെയ്യുള്ളൂ. കാരണം കിടന്ന പാടുന്ന ടക്കുന്ന് എണീക്കൂല. അപ്പൊ 2 ആൾ വന്ന് വളരെ നോർമലായിട്ട് എഴുന്നേൽപ്പിക്കും എന്നെ.
നമ്മൾ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അല്ല, അതിന്റെ ഒരു ടെൻഡൻസി വന്നാൽ അപ്പം നാവിന്റെ അടിയിലുള്ള ഗുളിക എപ്പോഴും ബാഗിലുണ്ടാവും. അത് പിള്ളേർക്ക് അറിയാം ഗുളിക, അത് എഴുതി വെച്ചിട്ടുണ്ട് നാവിന്റെ അടിയിൽ. അതിന്റെ ഒരു സംശയം നമുക്ക് തോന്നും. തോന്നിക്കഴിഞ്ഞാൽ തോന്നാതെ വരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിപ്പോ തലയടി ഇങ്ങനെ പെട്ടെന്ന് തിരിക്കുമ്പോഴാണ്. അപ്പൊ അതിനെ അവര് നമ്മളെ വന്ന് ഭയങ്കരമായിട്ട് ഫൈറ്റേഴ്സ് ഭയങ്കരമായിട്ട് പ്രൊട്ടക്ട് ചെയ്യും. ഈ സ്റ്റണ്ട് മാസ്റ്റർ ആയി കഴിഞ്ഞതിന് ശേഷമുള്ള ഏറ്റവും വലിയ ചലഞ്ച് എന്തായിരുന്നു? അതായത് ഞാൻ ചോദിക്കുന്നത്, നമുക്ക് ഒരു രീതിയിലും ചില ആക്ടേഴ്സിനാണെങ്കിൽ ഫിസിക് ഉണ്ട് പക്ഷെ സ്റ്റണ്ട് ചെയ്യാൻ ഫിസിക് ഇല്ലാത്ത കുറച്ച് ആക്ടേഴ്സ് ഉണ്ട്. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിമുഖത്തിന് സ്റ്റണ്ട് ചെയ്യാനുള്ള ഒരു ഫിസിക് ഉണ്ട്, പക്ഷെ ചില അപ്പൊ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോ സാറിന് എങ്ങനെയാണ് അതൊരു ചലഞ്ച്? അല്ലാതെ കറക്റ്റ് ചോദ്യമാണ്, അത് കറക്റ്റ് ആൻസറാണ്. അതായത് ഇപ്പൊ ഈ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനില് ഒരു ഇൻവെസ്റ്റിഗേഷൻ മർഡർ അങ്ങനെയൊക്കെ നടക്കുന്നൊരു സംഭവമാണ്. പക്ഷെ അതിൽ ഒരു 5-10 കൊലപാതകം ഉണ്ടെന്ന് വെച്ചു. പക്ഷെ അതിൽ ഒരു കൊലപാതകം വളരെ റിച്ച് ആയിട്ട് എടുക്കണം. അപ്പൊ ഈ ആർട്ടിസ്റ്റിന്റെ പേര് ഞാൻ ഇപ്പൊ പറയുന്നില്ല. അദ്ദേഹം എൻ്റെ കണക്കൂട്ടലിൽ, എൻ്റെ എക്സ്പീരിയൻസിൽ എൻ്റെ ഇൻ്റിമേറ്റ് ഫ്രണ്ടാണ്. ഇന്ന് വരെ ഫൈറ്റ് ചെയ്തതായിട്ട് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് അവർ ഡയറക്ടറും പറഞ്ഞിരിക്കുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലിലാണ്. അപ്പൊ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ വയലിനൊക്കെ നെല്ല് വിളഞ്ഞെടുക്കുന്നു. അപ്പൊ വയൽ കൊടുക്കൂല. പക്ഷെ വയലിന്റെ നടുക്ക് പാറയുണ്ട്. അപ്പൊ അവിടെ ചെയ്യും. പക്ഷെ ആ റോപ്പിൽ ആ സീക്വൻസ് ചെയ്യുന്നത് ഡയറക്ടർക്ക് നിർബന്ധമാണ്, കഥയിൽ നിർബന്ധമാണ്. അതെന്ത് ചെയ്യാനും പ്രൊഡ്യൂസർ സൈഡും ഓക്കെ. പക്ഷെ അവിടെ ഇൻഡസ്ട്രിയൽ ക്രെയിൻ വരില്ല. ഇൻഡസ്ട്രിയൽ ക്രെയിൻ ഉണ്ടെങ്കിൽ റോപ്പിൽ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അവിടെ പിന്നെ പരിങ്ങിയിൽ എന്ന് പറഞ്ഞ ഒരു 40 ഫീറ്റ് എന്നൊരു ക്രെയിൻ സംവിധാനമുണ്ട്. അത് ഡിസ്മെന്റലി, അത് ഒരു പാട്ടായിട്ട് കൊണ്ടുപോയിട്ട് വെക്കാം. അതിന്റെ ബേസ് കൊണ്ടുവന്ന് വെക്കണമെങ്കിൽ ഈ കണ്ടത്തിലായിരിക്കും വെക്കാം. അപ്പൊ അത് നാശമായി കഴിഞ്ഞാൽ അവർ പറയുന്ന കാശ് കൊടുക്കണം. അത് തന്നെ എൻ്റെ ഭയങ്കര സെന്റിമെന്റ്സുമാണ്. നെല്ല് നശിച്ചു പോകാന്ന് പറയും. അപ്പൊ എന്നോട് പറഞ്ഞ ലൊക്കേഷൻ ഒന്ന് കാണണം എന്ന് പറഞ്ഞപ്പോ ആർട്ട് കോയായിരുന്നു. കോയ ആർട്ട് ഡയറക്ടർ ബാബയുടെ അനിയനാണ്. ബാബ എന്നേതാണ്, കോയ ഇളയതാണ്. പക്ഷെ ഞങ്ങൾ കാലം മുതലേ രണ്ടാളെ ഞാൻ ഇക്കാന്ന വിളിക്കാം. അപ്പൊ കോയക്കാലം വിളിച്ചപ്പോ പറഞ്ഞു ക്രെയിൻ കൊണ്ടുവന്നാൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾക്കൊരു മുക്കാലി പ്രയോഗം ചെയ്തെങ്കിലോ കോയക്കാന്ന് ചോദിച്ചു. മുക്കാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കിട്ടുന്ന മാതിരി ഇരുമ്പ് പൈപ്പ് വെച്ചൊരു സാധനം, ഒരു ബാറ് എനിക്ക് തരണം. ആ ബാറ് കെട്ടി എന്റെ അസിസ്റ്റൻസിനെ കൊണ്ടല്ല, കോയക്കാട് കൂടെ ഉള്ള 2 അസിസ്റ്റൻസിന് ഞാണ്ട് വീഡിയോ ഇട്ട് തന്നു. അവിടെയാണ് ഈ ആർട്ടിസ്റ്റിനെ കൊണ്ട് ഞാൻ ചെയ്യും. അതൊരു വലിയ കടമ്പയായിരുന്നു. അതൊരു 4 ഏതായിരുന്നു ആർട്ടിസ്റ്റ് എന്ന് പറയാമോ? അത് പറയൽ മോശമുള്ളത്. കാരണം അത് പടം കാണുമ്പോൾ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കാണുമ്പോൾ അതിന് ശേഷം ഈ ഇന്റർവ്യൂ കണ്ട ആൾക്കാർക്ക് ജഡ്ജ് ചെയ്യാൻ കഴിയും. കാരണം അത് നല്ല ആക്ടറാണ്, ഇഷ്ടംപോലെ പടത്തിന്റെ എല്ലാവരും അറിയുന്ന ആക്ടറാണ്. പക്ഷെ അത് സസ്പെൻസും കൂടിയാണ് ആ പടത്തിന്റെ. ഞാൻ 2 പ്രാവശ്യം ഞാൻ ആ ക്യാരക്ടർ എന്നെ അടിക്കുന്നുണ്ട് കറക്കി. ഞാൻ ഒരു ഫൈറ്ററെ ഞാൻ കറക്കി അടിക്കുന്നുണ്ട്. ഞങ്ങളതൊക്കെ ചെയ്ത റോപ്പില്ലാണ്ടാണ്. അപ്പൊ നിങ്ങൾ ഫൈറ്റും മാഷും അസിസ്റ്റൻസും അല്ലേ, നിങ്ങൾ ചെയ്യൂ. ഇത് റോപ്പിലല്ലേ, അങ്ങനെ റോപ്പിൽ ചെയ്തു. പക്ഷെ 3-3 ഷോട്ട് ഒക്കെ ഗംഭീര കയ്യടിയായിരുന്നു. വെളുപ്പിന് 2 മണിക്ക് മുമ്പാണ് സംഭവം തീരുന്നത് കേട്ടാ. എന്നെ വന്ന ആള് കെട്ടിപ്പിടിക്കുക. പക്ഷെ ഞാൻ എൻ്റെ തലേ ദിവസം അതിന്റെ ലീഡ് സീൻസിൽ ഡയറക്റ്റ് എടുക്കുമ്പോൾ ഞാൻ ചെന്ന് കൈ കൊടുത്തു പോകുന്നു. എനിക്ക് ആളെ മനസ്സിലായില്ല. അപ്പോൾ നമ്മളെല്ലാം പരിചിതനായ ഒരു മുഖമാണ്. പക്ഷെ അതിന്റെ മേക്ക് ഓവർ ഭയങ്കരമാണ്. അതൊരു കടമ്പ തന്നെയാണ്. പിന്നെ എനിക്ക് നോർമലി ഫൈറ്റ് അറിയാത്ത ആളുകൾക്ക് ഫൈറ്റ് എടുക്കലാണ് എനിക്ക് രസം. നല്ല രസമാണ് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫൈറ്റ് അറിയുന്ന ഒരാളാണ്. ഫൈറ്റിന് സിനിമ കാണുമ്പോൾ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, സ്ഥിരം അതൊക്കെ ഒരു സാധനമുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ച് നാച്ചുറാലിറ്റി കിട്ടും. അറിയാത്ത ആളുകളാവുമ്പോൾ ഒരു ഇത്തിരി നാച്ചുറൽ ആയിട്ടുള്ള സംഭവം കിട്ടുന്നു. കുറേ സ്റ്റണ്ട് കുറേ ആക്ടേഴ്സിനെ വെച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവരെ കൊണ്ട് ചെയ്യിക്കണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അല്ല, അത് തോന്നിയിട്ടുണ്ട്. പക്ഷെ നമ്മളത് മനസ്സുകൊണ്ട് കാണിക്കില്ല. കാരണം എന്താണെന്നാ, ഈ ഇരുമ്പ് പൈപ്പില്ലേ, TMT സ്റ്റീൽ കമ്പനിയുടെ ഒക്കെ ചില പൈപ്പ് ഉണ്ടാവുക, അത് വളച്ചാൽ പഴുപ്പിച്ച് വളച്ചാൽ വളയും. അത്രയും കൂടി വളയാത്ത ചില ആളുകളുണ്ടാവും. അതായത് എന്തെന്നതിനെ പൊറോട്ട് നാടകം എന്നൊക്കെ പറയണ മാതിരി ഇങ്ങനെയൊക്കെ നിന്നളയും പിടിച്ചിട്ട്. ഇത് ശരിയാക്കി എടുക്കാൻ തുടങ്ങി ചിലപ്പോൾ ലോ ബഡ്ജറ്റ് ആയിരിക്കും ഈ പടം. ഇന്ന് തന്നെ തീർക്കാൻ വേണം. അതാണ് ഏറ്റവും വലിയ കോമഡി. അപ്പൊ അതൊക്കെ നമ്മൾ സഹിക്കേ പറ്റൂ. പക്ഷെ അവരെ മുന്നിലൊന്നും പറയില്ല, ചേട്ടാ ഇതാണ് വേണ്ടത്, ആ കൈ ഒന്ന് ചെറുതാക്കിയാൽ മതി. ഒത്തിരി പക്ഷെ അവർക്കും അവരുടേതായിട്ട് ബുദ്ധി ഉണ്ടാവില്ല. ഞാൻ ചെയ്യുന്ന ശരിയാവില്ല, നമ്മൾ 100% ഓക്കെ എന്ന് പറഞ്ഞ മാസ്റ്റർ സൂചിപ്പിക്കേണ്ടി തോന്നും. അയാൾ ഔട്ട് നമുക്ക് മോശമാവും. അപ്പോഴും അയാളുടെ ബുദ്ധിയിൽ ജഡ്ജ് ചെയ്യുമ്പോൾ അയാളെ ഇൻസൾട്ട് ചെയ്ത പിന്നെ ഒട്ടും കിട്ടുകയില്ല. അപ്പൊ നമ്മൾ മാറ്റി. അപ്പൊ അതിന്റെ ഇടയിൽ നിന്നിട്ട് നമ്മൾ പ്ലേ ചെയ്യേണ്ടി വരും. അത് അവരോട് പറയും, ഇതാണ് സാധനം, ചേട്ടൻ ചെയ്യുന്ന കറക്റ്റാ, ബട്ട് ഈ കൈ ഒന്നെങ്കിലും എടുത്താൽ മതി.
അവരെ കൊണ്ട് ഇതെല്ലാം കൂടി നടക്കൂലേ. നമുക്ക് എനിക്ക് പറയാൻ എളുപ്പം. ഒരു ബ്ലോക്ക് ഉണ്ടാവും, മിസ്സിംഗ് ഉണ്ടാവും, ചവിട്ടുണ്ടാവും, വന്ന് നിപ്പുണ്ടാവും, അടുത്ത് ലുക്കുണ്ടാവും, മറ്റോ വരുന്ന അതിൻ്റെ ഇടയിൽക്കുള്ളൊരു ക്യൂ, ഇതൊക്കെ കൂടി മൊത്തം കൺഫ്യൂഷൻ ആവും. അതങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി ചേട്ടൻ ഓക്കെ ചേട്ടാ. ഓക്കെ, ഈ ഒരൊറ്റ റിഹേഴ്സൽ എടുത്തിട്ടേക്കുമെങ്കിലോ. പക്ഷെ ആ റിഹേഴ്സൽ ആയിരിക്കില്ല, അത് റോൾ ചെയ്തെങ്കിലും നമ്മൾ വെക്കും. ഈ റോൾ ക്യാമറ എന്ന് പറഞ്ഞാൽ അവർക്ക് പേടിയോ. അപ്പൊ ഇത് റിഹേഴ്സലാണ്, നമുക്ക് അടുത്ത ഷോട്ട് ഒക്കെ റോൾ ചെയ്തോളാൻ പറയും. ആ ഷോട്ട് ഒക്കെ വയ്ക്കും, പബ്ലിക്കിന്റെ നല്ലൊരു കയ്യടിയും കൊടുക്കും. പിന്നത്തെ ഷോട്ട് മുതൽ അവരങ്ങനെ ഡെവലപ്പ് സൈക്കോളജിക്കൽ മൂവ് ആണല്ലോ. അവരെ നിരുത്സാഹപ്പെടുത്തരുത്. കാരണം ഇപ്പൊ എല്ലാവരും മമ്മൂട്ടി മോഹൻലാലല്ലോ, എല്ലാവരും വരുന്നവരല്ലേ. പിന്നെ ഇപ്പൊ അവരെ നമ്മളൊരു മാസ്റ്ററായിട്ട് പിന്നെ അവരെ ബോഡി ഡാമേജ് വരത്തില്ലേ. അവർക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു സാധനം. ഇപ്പൊ ഒരാള് തലകുത്തി മറിഞ്ഞാൽ മാത്രമല്ലല്ലോ ഫൈറ്റ്, അല്ലാണ്ട് എത്രയോ മൂവ്മെന്റ്സുകളുണ്ട്. അതെല്ലാം കണ്ടുപിടിച്ച് അവർക്ക് ആപ്റ്റ് ആവുന്ന രീതിയിൽ നമ്മൾ അയാളുടെ ശരീരപ്രകൃതിയിൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്തു കൊടുക്കാവും. ഇപ്പൊ ഈ അടുത്ത് 2 പടം ഞാൻ ചെയ്തു, രണ്ടും വലിയ മാസ്റ്റേഴ്സ് ചെയ്താണ്. പക്ഷെ അവര് മോശമായിട്ടല്ല, സൂപ്പർ ഹിറ്റ് ഫൈറ്റ് മാസ്റ്റേഴ്സ് ആണ്. സബ്ജക്റ്റിന് അനുസൃതമായ സാധനമല്ല. ഇപ്പൊ നമ്മൾ ഈ ഒരു സാധനത്തുമ്പോ ഇവിടെ പിടിക്കണമെങ്കിൽ ഇങ്ങനെ കാണിക്കേണ്ട ഒരു സാധനം ആവശ്യമുണ്ടെങ്കിലേ കാണിക്കണ്ടു. മരണ വീട്ടിൽ ചെന്നിരുന്നിട്ട് ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല. മരണ വീട്ടിൽ വേറെ സാധനമാണ്. അപ്പൊ അങ്ങനെ കാണിച്ച് ഭയങ്കര ബിൽഡപ്പ് വന്നപ്പോ അവർക്ക് അത് സബ്ജക്റ്റിനോട് യോജിക്കുന്നില്ല. എന്നെ വിളിച്ച് പറഞ്ഞു. അപ്പൊ എനിക്കറിയില്ല, വേറെ മാസ്റ്റർ വന്നു ഇവരറിയില്ല. അപ്പൊ ഞാൻ നേരെ പറഞ്ഞ എന്താണെന്നറിയോ, താഴ്വാരത്തില് ലാൽ സാറും സലീം കൗസും കൂടി ചെയ്തൊരു ഫൈറ്റ് ഉണ്ട്. ആ ഒരു പാറ്റേൺ പോരെ നമുക്ക് കറക്റ്റാണ് മാഷ് പറഞ്ഞത്. അങ്ങനെയാണ് ആ ഫൈറ്റ് പോയിട്ട് എടുക്കുന്നത്. അപ്പൊ ഡയറക്ടർ കഥ എന്താ ആഗ്രഹിക്കുന്നോ അതെടുത്തു കൊടുക്കാം. ഞാൻ വേറൊരു കാര്യം കൂടെ ചോദിക്കട്ടെ. അതായത് സാറിന് കുറേ ആർട്ടിസ്റ്റുകളായിട്ട് കുറേ ആക്ടേഴ്സൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഏതെങ്കിലും ആഗ്രഹിച്ച ഒരു നടനെ സ്റ്റണ്ട് ചെയ്യിക്കാൻ പറ്റാണ്ട് വന്നിട്ടുണ്ടോ? അതുണ്ട്. ആരാ? അത് മമ്മൂക്ക. അതൊരു ആഗ്രഹമല്ലായിരുന്നു. ലാൽ സാറിനായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ലാൽ സാറിനായിട്ട് മറ്റേ മലയക്കോട്ടെ വാലിബം കഴിഞ്ഞിട്ട് എനിക്കൊരു ടോക്ക് ഷോ കിട്ടി. അപ്പൊ അതിൽ ഞാൻ ഈ പറഞ്ഞ താഴ്വാരത്തിലെ കഥ പറഞ്ഞപ്പോൾ ലാൽ സാറ് എന്നോട് പറഞ്ഞു. അപ്പൊ എനിക്ക് ഇവരൊക്കെ ഈ സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ചില സന്ദർഭമുണ്ട്. അതായത് മുഹമ്മദ് റാഫിയുടെ ഞാൻ റഫിയുടെ വലിയ ആരാധകനായി. അപ്പൊ അദ്ദേഹം എല്ലാ പാട്ടും കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യ മക്കളും ഉമ്മയൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. എന്നാലും പാടിയ കഥകൾ ഇങ്ങനെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറുള്ളൂ എന്ന് പറയുന്നത്. ഒരു ദിവസം പതിവായിട്ട് ഇദ്ദേഹം ആസാദ് പേപ്പറിലൊക്കെ വലിയ ന്യൂസാണ്. വരുന്ന ടൈമിൽ ഇദ്ദേഹം ഫ്രൂട്ട്സ് ഒന്നും മേടിക്കാണ്ട് പോയി. അതിലുപരി ഭയങ്കര സന്തോഷവാനായിട്ട് വീട്ടിൽ വന്നപ്പോൾ ചോദിച്ചു, ഉപ്പൊന്നും കൊണ്ടുവന്നില്ല, പതിവിലുപരി സന്തോഷവാനാണെന്ന് ചോദിച്ചപ്പോഴേ, ഉപ്പെന്ന് ആരെ കൂടെയാണ് പാടിയതെന്ന് അറിയുമെന്ന്. ആര്? മുഹമ്മദ് റാഫി ചോദിക്കുന്നത്. അയാളൊക്കെ വലിയ പാട്ടുകാരൻ അന്നില്ല. സൈക്കാളി സംഭവം മുകേഷ് സാറെല്ലാം മരിച്ചു പോയി കഴിഞ്ഞു. ഉപ്പെന്ന് ആരെ കൂടെയാണ് പാടിയതെന്ന് അറിയുമെന്ന് ചോദിച്ചപ്പോൾ ആരോടെയാണ് പാടി ചോദിച്ചു. അപ്പെന്ന് പാടിയേക്കണം അമിതാഭ് ബച്ചൻ്റെ കൂടെയാണ്. അന്ന് ഡ്യുവറ്റ് സോങ് 2 ആൾ നിന്ന് തന്നെ പാടണമല്ലോ, ഇന്നത്തെ പോലെ ട്രാക്ക് അല്ലല്ലോ. അപ്പൊ അമിതാഭ് ബച്ചനായിട്ട് പാട്ട് പാടിയില്ല. പാട്ട് എനിക്ക് ഓർമ്മ ഞാൻ മറന്നു എന്ന് പറഞ്ഞ മാതിരി ലാൽ സാറിന് ആ ടോക്ക് ഷോയിൽ, ഏഷ്യാനെറ്റിന്റെ ടോക്ക് ഷോയിൽ വന്നിട്ട് ഞാൻ 2 പ്രാവശ്യം കണ്ടപ്പോൾ നമ്മളെ ഒരു സ്ഥലത്ത് ഇരുത്തിയാക്കി ഓടി ചെന്നിട്ട് അങ്ങനെ ചെല്ലൊരു മര്യാദയല്ലോ. 2 പ്രാവശ്യം നോക്കി. ഞങ്ങൾക്ക് അടുത്തുനിന്ന് സംസാരിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ വന്നപ്പോൾ ലാൽ സാർ എന്നോട് പറഞ്ഞൊരു സംഭവം, ഞാൻ ഈ ഉണ്ണിമുകുന്ദന്റെ കഥ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ മാതിരി കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ കാൽമ ഇങ്ങനെ തൊട്ടിട്ട്, ഞാൻ ഓർക്കുന്നു അങ്ങയുടെ കൂടെ വർക്ക് ചെയ്തത്. എന്ത്? ഞാൻ ഓർക്കുന്നു അങ്ങയുടെ കൂടെ വർക്ക് ചെയ്തത്, എന്റെ കൂടെ വർക്ക് ചെയ്യുന്നത്, ഇത്രയോ വലിയ മനുഷ്യൻ എന്ന് പറഞ്ഞ മാതിരിയാണ്. മമ്മൂക്കയുടെ കൂടെ ഒക്കെ ഒരു വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് കരിയറിൽ എഴുതി വെക്കാം, നാളെ മരിച്ചാലും എന്റെ മക്കൾക്കും പറയാനാ. അപ്പൊ മമ്മൂക്കയുടെ കൂടെ ഒരു പടം ചെയ്തെങ്കിലും പറയാം. അതിന് അവസരം കിട്ടിയില്ല. കിട്ടി മാമാങ്കത്തിൽ, പക്ഷെ കോമ്പിനേഷൻ അല്ലായിരുന്നു. മാമാങ്കത്തില് എന്റെ കൊറിയോഗ്രാഫാണത്. ഒരു കുട്ടിനെ കൊല്ലാൻ വേണ്ടി വില്ലൻ വരുമ്പോൾ നായിക വന്ന് അവിടെ നിന്ന് രക്ഷിക്കുമ്പോൾ മമ്മൂക്ക അതിന്റെ വൈഡിൽ നിന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഔട്ട് പോകുന്നു. ഇതേപോലെ തന്നെ ഈ ഡേറ്റിന്റെ ക്ലാഷ് കാരണം ഇഷ്ടപ്പെട്ട നടനുമായിട്ട് സ്റ്റണ്ട് ചെയ്യാൻ പറ്റാണ്ട് വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സിനിമ ക്യാൻസൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? ഇപ്പൊ മമ്മൂക്കാട് ഒരു പടം, അതിന്റെ പേര് ഞാൻ പറഞ്ഞത്, ഇപ്പൊ റിലീസ് ആയതല്ല, വേറെ വരാൻ പോണ ഒരു പടം, ഡെന്നി സാറിന്റെ മോന്റെ പടം ബസൂക്ക. 3 പ്രാവശ്യം അത് പല ഷെഡ്യൂളായിട്ട് 3 പ്രാവശ്യം എന്റെ കൺട്രോളർ വിളിച്ചു. ഈ 3 പ്രാവശ്യം എനിക്ക് ഡേറ്റ് ഉണ്ടായില്ല. പക്ഷെ അത് മമ്മൂക്കാനായിട്ടുള്ള കോമ്പിനേഷൻ ആണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. സോ അല്ലെങ്കിലും ആണെങ്കിലും മമ്മൂക്കയുടെ പടം ചെയ്തെന്ന് എനിക്ക് പറഞ്ഞൂടെ, അത് പറ്റിയില്ല. ഇതേപോലെ തന്നെ ഡേറ്റിന്റെ ക്ലാഷ് കാരണം ക്യാൻസൽ ചെയ്തിട്ട് റിലീസ് ആയി കഴിഞ്ഞതിന് ശേഷം ഒരു ഖേദം അല്ല, അങ്ങനെ റിലീസിന് ഇപ്പൊ വെയിറ്റ് ചെയ്യുന്ന ഒരു ഖേദം വരുന്ന പടം ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ബിജുമേനോന്റെ ഒരു പടം എനിക്ക് മിസ്സായിട്ടുണ്ട്. അത് ഏത് പടമാണ് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അതിനുശേഷം ബിജുമേനോന്റെ ഒരു പടം എനിക്ക് കഥ ഇന്ന് വരെ
അത് ഞാൻ ചെയ്തു. അത് ആ ഒരു ഗീത അവിടെ മാറി. അപ്പൊ മലയാളത്തിലെ ഒട്ടുമിക്ക ആർട്ടിസ്റ്റിന്റെ പടവും ചെയ്യുന്നുണ്ട്. പിന്നെ വലിയ വലിയ നേരത്തേക്കാന്ന് പറഞ്ഞാൽ എല്ലാം ചെറിയ പടങ്ങളാണ്. കഴിഞ്ഞ വർഷം മുതൽ ഇങ്ങോട്ട് എല്ലാം വലിയ പടങ്ങളാണ്. ബാഡ് ബോയ്സ് തുടങ്ങിയ എല്ലാ പടങ്ങളും വലിയ കമ്പനി പടങ്ങളാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം പടം കുറച്ച് കുറവായിരുന്നു. സോ ഡേറ്റ് ഓഫ് നമ്പർ കൂടുതലാണ്. 7-8 ദിവസമൊക്കെ ഓരോ പടത്തിനും പോയി. സോ വി ആർ അബൌട്ട് ടു കൺക്ലൂഡ് ദിസ് പ്രോഗ്രാം റൈറ്റ് നൗ. അതിന് മുന്നേ തന്നെ എനിക്കൊരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. സാറിന്റെ ലൈഫിൽ ഏറ്റവും പ്രൗഡ് മൊമെന്റ് എന്തായിരുന്നു ഇതിൽ വന്നതിൽ? എല്ലാ മൂമെന്റ്സുകളും പ്രൗഡ് മൂമെന്റ് എന്നാലും ഒരു എക്സ്ട്രാ പ്രൗഡ് ആയിട്ട് എന്തെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടാക്കില്ലേ? ഉണ്ടായിട്ടുള്ള സംഭവമാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത്. എനിക്ക് ലാൽ സാറിനായിട്ടുള്ള ഒരു അഭിമുഖം. ഞാൻ ലാൽ സാറിന്റെ കുറെ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ദേവദൂത് ഞാനാണ് ചെയ്ത്. പിന്നെ ഷാജി കൈലാസിന്റെ ഒരു പടം ഉണ്ടായിരുന്നു. ആ പടത്തിന്റെ പേര് ഓർമ്മ. ഒരുപാട് പടം ചെയ്തിട്ടുണ്ട്. അത് എക്സിക്യൂഷൻ ചെയ്തിരുന്നതാണ്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് ആ ഒരു അഭിമുഖമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രൗഡ് മൊമെന്റ്. സിനിമയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരതും. രണ്ടാമത് ഈ മാമാങ്കത്തിന്റെ ലൊക്കേഷനിൽ എടോ ഫൈറ്റ് മാസ്റ്ററെ ഞാൻ പോട്ടേന്ന് മമ്മൂക്ക പറഞ്ഞത്. അന്നൊരു നോമ്പ് സീസണായിരുന്നു. വന്നപ്പോൾ എന്നേറ്റ് വന്ന് എന്നെ ആദ്യം മനസ്സിലായില്ല. ഞാനൊരു വെള്ളത്തിൽ വീണുള്ള സംഭവം ഒരു കള്ളിമുണ്ട് കൊടുത്താണ് നിന്നിരുന്നത്. ജോർജ് വന്നപ്പോൾ തന്നെ പറഞ്ഞു മമ്മൂക്ക എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെല്ലിട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ചെന്നു. എന്നോട് നോക്കിയിട്ട് തൻ്റെ അവിടെ. അപ്പം ഞാൻ പറഞ്ഞു ഇന്ന വലിയ സംഭവം. ഞാനെപ്പോഴും ഉച്ച കഴിയുന്നു. അതിൻ്റെ ഉച്ച കഴിഞ്ഞ് ഷോട്ടെല്ലാം കഴിഞ്ഞ് പോകാൻ നേരത്ത് അത്രയും ജനത്തിൻ്റെ മുന്നിൽ എടോ ഫൈറ്റ് മാസ്റ്റർ ഞാൻ പോകേണ്ടി വന്നു. അത് സന്തോഷമല്ലേ നമുക്ക്. അതാണ് ഏറ്റവും വലിയ മൊമെന്റ്സ്. സോ ഇതോടുകൂടെ നമ്മളുടെ സമയം ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് ഇനിയും കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് സമയത്തിന്റെ കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് മാത്രം we are going to conclude this right now, right here. So by the way, this is me, MC Anina, and here we have Ashraf Kurukal signing off from Prime Podcast. Thank you so much everyone. Bye bye.